എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം വൃക്കയെ സംരക്ഷിക്കാം, ഭക്ഷണം എങ്ങനെ ആവണം എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ഈ വൃക്ക രോഗങ്ങൾ കൂടുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ വൃക്ക രോഗത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കൂടുതൽ വരാൻ കാരണം? നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടി വരികയാണല്ലോ. ഇപ്പം ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഒബേസിറ്റി, കൊളസ്ട്രോള്, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കിഡ്നിയെ ഡാമേജ് ചെയ്യുന്നുണ്ട്. അപ്പം ആ അസുഖങ്ങളും മറ്റോരോരോ ജീവിതശൈലി രോഗങ്ങൾ ഏതാണേലും, പിന്നെ അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഇതൊക്കെയാണ് കിഡ്നിക്ക് രോഗം വരാൻ കാരണമാകുന്നത്. പിന്നെ നമ്മളിന്ന് ഉപയോഗിക്കുന്ന നമ്മുടെ ടോക്സിൻസ് കൂടി വരികയാണ്, മരുന്നുകൾ കൂടി വരികയാണ്. ഈ മരുന്നെല്ലാം കിഡ്നിക്ക് ദോഷമാണ്. ഇപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് കഴിക്കുന്ന ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളിനും ഹാർട്ട് ഡിസീസിനും ഒക്കെ കഴിക്കുന്ന മരുന്നുകളും കിഡ്നിയെ ഡാമേജ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആന്റിബയോട്ടിക്സിന്റെ യൂസ് ഒത്തിരി കൂടുന്നുണ്ട്. അതുപോലെ മൾട്ടിപ്പിൾ കാര്യങ്ങളാണ് ഇങ്ങനെ കിഡ്നിക്ക് ദോഷം ഉണ്ടാക്കുന്നത്. പിന്നെ കളറും പ്രിസർവേറ്റീവ്സും നമ്മൾ ഫുഡിൽ ഉപയോഗിക്കുന്ന ഫുഡിലും കോസ്മെറ്റിക്സ് ആയിട്ടും ഈവൻ ഹെയർ കളറിങ്ങും അതൊക്കെ കിഡ്നിക്ക് ദോഷം വരുന്നുണ്ട്. അതുപോലെ ഹെയർ സ്ട്രൈറ്റ്നസ് യൂസ് ചെയ്യുന്നതെല്ലാം ഇപ്പോഴാണല്ലോ ഒത്തിരി കൂടുതൽ വരുന്നത്. ഹെയർ കളറിങ് പണ്ടൊരു 10-50 വർഷം മുമ്പ് നമ്മൾ ആരും ഹെയർ ഡൈ ഒന്നും ഉപയോഗിച്ചിരുന്നില്ല. എല്ലാവരുടെയും 40-50 വയസ്സ് കഴിയുമ്പോഴേക്കും തന്നെ നരയ്ക്കാൻ തുടങ്ങും. 60-70 വയസ്സായ എല്ലാവരുടെയും ബ്ലാക്ക് ഗ്രേ ഹെയർ ആയിരിക്കും, ഓർ വൈറ്റ് ഹെയർ ആയിരിക്കും. ഇതിപ്പം നമ്മൾ ആരെയും കാണാറില്ല. വൈറ്റ് ഹെയർ ഉള്ളവരെ കാണുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്ത്യൻസിന്റെ ഇടയ്ക്ക് കുറവാണ്. അപ്പൊ ഇതെല്ലാം നമ്മളുടെ കിഡ്നിക്കാണ് അതിന്റെ എല്ലാം ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. അത് കിഡ്നി ഫെയിലിയർ കൂട്ടും. ഇപ്പൊ ഈ കിഡ്നിയുടെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ പൊതുവെ ഇത് അവസാന സ്റ്റേജസിലാണ് പലപ്പോഴും അറിയുന്നത് എന്നുള്ളതാണ് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് കാണുന്നത്. ശരിക്കും ഈ കിഡ്നിയുടെ അസുഖം നേരത്തെ തിരിച്ചറിയാനായിട്ട് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? യെസ്, കിഡ്നിയുടെ രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരത്തെ തിരിച്ചറിയണം. എന്നാൽ മാത്രമേ നമുക്ക് കിഡ്നിയെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് അറിയാനായിട്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് 2 കിഡ്നി ഉണ്ട്. ഒരു കിഡ്നി എടുത്തു കളഞ്ഞ ആളുകളിൽ നമ്മുടെ കിഡ്നി ഫങ്ഷൻ നോക്കിയാൽ നോർമൽ ആയിരിക്കും. അതായത് ഒരു കിഡ്നിയുടെ ഫങ്ഷൻ 50% കൂടുതൽ, മിക്കവാറും ഒരു 25-30% ഫങ്ഷൻ പോയി കഴിഞ്ഞാൽ, മിച്ചം ഉണ്ടെങ്കിൽ മാത്രം, അതായത് 50% ഫങ്ഷനെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു ടെസ്റ്റ് വെച്ച് നമുക്ക് അറിയാൻ പറ്റില്ല. അത് നമ്മൾ ഒരാളുടെ ഒരു കിഡ്നി മാറിയാലും അവരുടെ കിഡ്നി ഫങ്ഷൻ വെച്ചാലും ഒക്കെ നോർമൽ ആയിരിക്കും. അപ്പൊ കിഡ്നി ഫങ്ഷൻ വെച്ച് കുറയാൻ തുടങ്ങിയ അതിന്റെ അർത്ഥം ഒരു നല്ല ശതമാനം, എത്രയെന്ന് പറയാൻ പറ്റില്ല, മിക്കവാറും മോർ ദാൻ ഒരു 60%-ഓ 70%-ഓ ഫങ്ഷൻ പോയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ടെസ്റ്റുകൾ നോക്കി നമ്മൾ കിഡ്നി ഫങ്ഷൻ നോർമൽ ആണോ എന്ന് നോക്കുക. അതാണ് ഏറ്റവും പ്രധാനം. അതിന് നമ്മൾ കിഡ്നിയുടെ ഫങ്ഷൻ അറിയാൻ നമ്മൾ കിഡ്നി ഉണ്ടാക്കുന്നത് എന്താ? യൂറിനാണ്. യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് എന്നും പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അതാണ് നെക്സ്റ്റ് ബെസ്റ്റ് ആയിട്ട് നെക്സ്റ്റ് ലെവൽ അറിയുന്നത്. അതിൽ തന്നെ GFR ഉണ്ട്. പിന്നെ യൂറിനിൽ കൂടെ പ്രോട്ടീൻ ലീക്ക്, അല്ലെങ്കിൽ RBCs കാണുക. GFR 90, നമ്മൾ 60-30 ഒക്കെ പറയും. ഇല്ല, സാധാരണ 70-80 ഒക്കെ GFR പറയുമ്പോൾ ആരും ഒന്നും പറയില്ല ഡോക്ടേഴ്സ്. കാരണം കിഡ്നിയുടെ ഒരു GFR കുറഞ്ഞെന്നും പറഞ്ഞ് മരുന്ന് തരാനൊന്നുമില്ല. അപ്പൊ മോഡേൺ മെഡിസിനിൽ ആകെ നമുക്ക് ചെയ്യാനുള്ളത് ശരിക്കും തീരെ കുറഞ്ഞ് നമ്മളുടെ നീരൊക്കെ വന്ന് വെള്ളം പോലും ബോഡിക്ക് കളയാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വരുമ്പോഴേക്കുമാണ് നമ്മൾ ഡയാലിസിസിലേക്ക് പോകുന്നത്. അങ്ങനെ ഒട്ടും ഫങ്ഷൻ ഇല്ലെന്നായി കഴിയുമ്പോഴാണ് റീനൽ ട്രാൻസ്പ്ലാന്റും ഡയാലിസിസും ഒക്കെ വരുന്നത്. അതിനു മുമ്പ് ഒക്കെ ഇപ്പം കിഡ്നി GFR ആദ്യം മിക്കവാറും RBCയോ അല്ലെങ്കിൽ ആൽബുമിനോ യൂറിനിൽ കൂടെ പോകാൻ തുടങ്ങുമായിരിക്കും. അത് നമ്മുടെ കിഡ്നി ലീക്ക് ചെയ്യുക. ഇതൊരു അരിപ്പ പോലെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഈ അരിപ്പ ലീക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അതാണ് ഫസ്റ്റ് ഇത് വരിക. പിന്നെ നെക്സ്റ്റ് ഈവൻ കിഡ്നി ഫങ്ഷന്റെ ഒരു പാർട്ടാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്.
യൂറിക് ആസിഡ് കൂടാൻ തുടങ്ങുമ്പം എന്താ ചെയ്യുന്നത്? പലപ്പോഴും ഞാനിപ്പോ കാണുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂറിക് ആസിഡ് കൂടാൻ തുടങ്ങുമ്പോൾ ഉടനെ യൂറിക് ആസിഡിനുള്ള മരുന്ന് കൊടുക്കും, യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ടുള്ള. ശരിക്കും യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് ഈ ഫ്ലോക്സെറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള മരുന്നുകൾ കഴിക്കേണ്ടത് ശരിക്കും ഈ ഗൗട്ട് എന്ന് പറഞ്ഞ, അതായത് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ജോയിന്റിൽ വന്ന് ഗൗട്ട് വരുന്നവർക്കാണ്. ഇതിപ്പം ഒരു ഗൗട്ടോ ആർത്രൈറ്റിസോ ഒന്നും ഇല്ലാത്തവരും യൂറിക് ആസിഡ് കൂടുതലാണ് ഉടനെ യൂറിക് ആസിഡ് മരുന്ന് കഴിക്കുക. അപ്പൊ അത് വീണ്ടും കിഡ്നിക്ക്, യൂറിക് ആസിഡ് കൂടുന്നത് കിഡ്നി ഫംഗ്ഷന്റെ ഒരു പാർട്ടും കൂടെയാണ് യൂറിക് ആസിഡ്. അത് കൂടുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് മരുന്നുകൂടെ കഴിക്കുന്നത് വീണ്ടും നമ്മൾ കിഡ്നിയെ ദോഷം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം കിഡ്നിയുടെ നേരത്തെ കണ്ടുപിടിക്കുക, അത് എന്തുകൊണ്ടാണ് കുറയുന്നതെന്ന് കണ്ടുപിടിക്കുക. ഇപ്പൊ ഡയബറ്റിക് പേഷ്യന്റും ഹൈപ്പർ ടെൻഷനും ഉള്ള പേഷ്യന്റും കിഡ്നിയുടെ ഫംഗ്ഷൻ കുറയാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനുമാണ്. അപ്പൊ അത് നമ്മൾ മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്യാൻ നോക്കി കിഡ്നിക്ക് വീണ്ടും സ്ട്രെസ്സാണ്. കാരണം ഈ മരുന്നിനെയും കിഡ്നി വേണം പുറത്ത് കളയാൻ, അത് വീണ്ടും കിഡ്നിയുടെ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യത്തേ ഉള്ളൂ. അപ്പം ഇതെല്ലാം ജീവിതശൈലി രോഗമാണ്. ഒബേസിറ്റി, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, കൊളസ്ട്രോള്, ഇതൊക്കെ മരുന്ന് കഴിച്ചല്ല, മരുന്നില്ലാതെ കറക്റ്റ് ചെയ്താലാണ് നമുക്ക് കിഡ്നി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ തന്നെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റുകളും നോക്കി കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കുക. പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന്റെ കാരണം കണ്ടുപിടിച്ച് അതിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ കിഡ്നിക്ക് ഒരു അസുഖത്തിന് ഒരു മരുന്ന് വന്നു നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു മരുന്നില്ല കിഡ്നിയെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ കറക്റ്റ് ചെയ്യാനുള്ള മരുന്ന് മാത്രമേ തരാനുള്ളൂ. അതാണ് എല്ലാവരും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാകുന്ന വേറെ സ്റ്റോൺ ആണ്. റീനൽ സ്റ്റോൺ വന്നാലും കിഡ്നിക്ക് പ്രോബ്ലം വരും. അപ്പൊ കിഡ്നിക്ക് വന്നു നമ്മൾ പിന്നെയും പല പ്രാവശ്യം ഈ ലിത്തോട്രിപ്സി ഒക്കെ ചെയ്ത്, അതായത് നമുക്ക് ഈ ഷോക്ക് വേവ്സ് ഒക്കെ കൊടുത്ത്, അപ്പോൾ ഓരോ പ്രാവശ്യം ഷോക്ക് വേവ് കൊടുക്കുമ്പോഴും കിഡ്നിക്ക് ഡാമേജ് ആണ് വരുന്നത്. അതിന് കുറെ നെഫ്രോൺസ് പോകും. അപ്പൊ അതും മനസ്സിലാക്കണം. നമ്മൾ സ്റ്റോൺ വരികയാണെങ്കിൽ അത് എന്തുകൊണ്ട് സ്റ്റോൺ വരുന്നു എന്ന് നോക്കി ഇനി സ്റ്റോൺ വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് നോക്കേണ്ടത്. അപ്പം പിന്നെയും അങ്ങനെയുള്ളവർ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് അൾട്രാസൗണ്ട് സ്കാൻ, അപ്പൊ അതിനാണ് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, സ്റ്റോൺ വരുന്നില്ല എന്ന് ഉറപ്പാക്കുക എന്നുള്ള. ഇതിപ്പോ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് 3ഉം 4ഉം പ്രാവശ്യമാണ് ലിത്തോട്രിപ്സി ഒക്കെ ചെയ്ത് സ്റ്റോൺ പൊടിക്കലും ഓപ്പറേഷനും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള 3-4 പ്രാവശ്യം സ്റ്റോണിന് വേണ്ടിയിട്ട് സർജറി, ഇത് ഈ ഷോക്ക് വേവ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും കിഡ്നി ഫംഗ്ഷൻ പോയിട്ടുണ്ടാവും, അവർ റീനൽ ഫെയിലിയറിലേക്ക് പോകും. പിന്നെ അതിന്റെ സ്റ്റോണിന്റെ പേരിലുള്ള ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും വീണ്ടും കിഡ്നിക്ക് ഡാമേജ് വരും. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി അതിന്റെ കോസാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ കിഡ്നിയെ പോയി ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഡയാലിസിസും റീനൽ ട്രാൻസ്പ്ലാന്റും ഉണ്ടാവുള്ളൂ. അതല്ല, നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുക, നേരത്തെ എൻഡ് സ്റ്റേജിലെത്തി. സിംറ്റംസ് തുടങ്ങുമ്പോഴേക്കും എൻഡ് സ്റ്റേജിലാണ് സിംറ്റംസ്. എൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ തീരെ റീനൽ ഫംഗ്ഷൻ ഇല്ലാത്ത 5th സ്റ്റേജ് തന്നെ പ്രോഗ്രസ് ചെയ്ത് കഴിയുമ്പോൾ GFR <15 വരുമ്പോഴാണ് സ്റ്റേജ് 5 റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോഴും ഈ ക്രിയാറ്റിനൊക്കെ 4ഉം 5ഉം ഒക്കെ ഉണ്ടാവുള്ളൂ. ക്രിയാറ്റിനൊക്കെ 4ഉം 5ഉം ഉള്ളപ്പോൾ പോലും സിംറ്റമാറ്റിക് ആവണമെന്നില്ല. ക്രിയാറ്റിൻ ഒരു 9-10 വന്നു കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും സിംറ്റമാറ്റിക് ആകുന്നത്. ആ സ്റ്റേജിൽ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈ കിഡ്നിയുടെ കാര്യത്തില് പറയുന്നത് ഇപ്പം ഇങ്ങനെ സ്കിന്നിന്റെ പുറത്ത് ചൊറിച്ചില് പോലെ മാറാതെ നിക്കല്, അല്ലെങ്കിൽ ഇങ്ങനെ നീര് പോലെ കയ്യിനും കാലിനും ദേഹത്തും മുഖത്തൊക്കെ വന്നാലും, പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണം, അല്ലെങ്കിൽ ഉറക്കക്കുറവ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മൊത്തത്തില് ഒരു തിങ്കിങ് ഒക്കെ എഫക്റ്റഡ് ആവുന്നത്, ഇങ്ങനെയൊക്കെ പല രീതിയിലാണ് ലക്ഷണങ്ങൾ വരുന്നത്. ഈ ലക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ ഈ കിഡ്നിയായിട്ട് ബന്ധപ്പെട്ടാവാം എന്നുള്ള ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ട്. അപ്പം ശരിക്കും ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ വരുന്നത് ഈ കിഡ്നിയുടെ ഇങ്ങനെ പല സ്റ്റേജ് ഉണ്ടെന്നാണല്ലോ പറയുന്നത്. കിഡ്നിയുടെ ഹെൽത്തിൽ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് എന്നൊക്കെ അതൊക്കെ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഈ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അറിയാൻ പറ്റുന്നതാണോ
അല്ലെങ്കിൽ വരുന്നതാണോ? ഈ കിഡ്നിയുടെ സിംറ്റംസ് വന്നു, അതായത് നമുക്ക് കിഡ്നി ഫെയിലിയർ കൊണ്ട് വരുന്ന നീര് കെട്ടുക, സ്കിന്നിൽ ചൊറിച്ചിൽ വരിക, അല്ലെങ്കിൽ സ്കിൻ കളർ ഡിഫറൻസ് ചിലപ്പോൾ നേരത്തെ വന്നെന്നിരിക്കും. ചിലപ്പം ഈ മുഖത്ത്, നെറ്റിയില്, അല്ലെങ്കിൽ ചീക്കില്, അല്ലെങ്കിൽ കഴുത്തില് ഒക്കെ കളർ ഡിഫറൻസ് വരുമല്ലോ. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. അത് എന്തെങ്കിലും എവിടെയെങ്കിലും നമ്മൾ കളർ ഡിഫറൻസ്, സ്കിൻ ഡാർക്കൻ ആകുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ കിഡ്നി ഫങ്ഷൻ നോക്കണം. അപ്പം നമുക്ക് ചിലപ്പം ഏർലി സ്റ്റേജില്, സ്റ്റേജ് 2-ലോ 3-ലോ ഒക്കെ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നിരിക്കും. പക്ഷെ ശരിക്കും സിംറ്റംസ് വരികയാണെങ്കിൽ, അതായത് നീർക്കെട്ട്, ഛർദി, ഏറ്റവും എൻഡ് സ്റ്റേജിൽ വരുമ്പോഴാണ് ഛർദിൽ പോലെയൊക്കെ വരുന്നത്. അതൊക്കെ എൻഡ് സ്റ്റേജാണ്. അതായത് GFR, അതായത് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് 15 കുറഞ്ഞു കഴിയുമ്പോൾ മാത്രമേ അത് വരുള്ളൂ. അത് അപ്പോൾ പോലും ജസ്റ്റ് 15 നിൽക്കുമ്പോൾ, മാർജിനലി 15 നിൽക്കുമ്പോഴും വരികയില്ല. ക്രിയാറ്റിൻ ഒരു 5, 6, 7, 8 വന്നു കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും വരുന്നത്. അപ്പൊ ചിലപ്പോൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഈ പേഷ്യൻസ് വേറെന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ പെടുമ്പോഴായിരിക്കും. അപ്പൊ ഇങ്ങനെ ക്രിയാറ്റിനും കുറഞ്ഞു നിൽക്കുന്ന ക്രിയാറ്റിനും കൂടി നിൽക്കുന്ന, GFR കുറഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് ഇപ്പം നമ്മളുടെ ഇടയിൽ നമ്മൾ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ മെഡിക്കൽ ഇന്റർവെൻഷനിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന ഈ ഡൈ ഇഞ്ചെക്ട് ചെയ്തെടുക്കുന്ന ചില എക്സ്റേ ഉണ്ട്, അതുപോലെ ഈ ആൻജിയോഗ്രാം പോലെയുള്ള കാര്യങ്ങൾ, ഹാർട്ടിന് വേണ്ടിയിട്ടും ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ നോക്കാനൊക്കെ ആൻജിയോഗ്രാം ഒക്കെ ചെയ്യും. അതുപോലെ കാലിനിപ്പം ഫുട്ട് അൾസറൊക്കെ ഉണ്ടെങ്കിൽ ആൻജിയോഗ്രാം പോലെയൊക്കെ ഉള്ളത് ചെയ്യും. അതുപോലെ ചില സ്കാനിങ് ചെയ്യുമ്പോൾ ഡൈ ഇഞ്ചെക്ട് ചെയ്യും. ഇങ്ങനെയുള്ളവർ ഇങ്ങനെ ഡൈ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് റീനൽ ഫെയിലിയറിലേക്ക് പോകും. അപ്പം മാർജിനലി നിൽക്കുമായിരിക്കും. ചിലപ്പം അവർക്ക് റീനൽ ഫെയിലിയറോ 3-ഓ 4-ഓ, പ്രത്യേകിച്ച് 4-ൽ നിൽക്കുന്നവർ 5-ലേക്ക് പോകാനായിട്ട് ജസ്റ്റ് ഒരു ആൻജിയോഗ്രാം ചെയ്താൽ മതിയാവും. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇടയ്ക്ക് നമ്മളിപ്പോൾ എല്ലാവരും നോക്കുന്ന ഹാർട്ട് ഓറിയന്റഡാണ്. ഹാർട്ട് അറ്റാക്കിന് എല്ലാവർക്കും പേടിയാണ്. പക്ഷെ കിഡ്നി നമ്മൾ നോക്കണം. അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് കിഡ്നി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ കംപ്ലീറ്റ് റിക്കവറി, റീസണബിളി കംപ്ലീറ്റ് റിക്കവറി, അല്ലെങ്കിൽ നമ്മൾ പോകും, അതോടെ പ്രശ്നങ്ങൾ തീർന്നു. പക്ഷെ കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അതൊരു ഭയങ്കരമായിട്ട് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കരമായിട്ട് സഫർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാർട്ടിന് കൊടുക്കുന്നതിന് ഇമ്പോർട്ടൻസ് കിഡ്നിക്ക് കൊടുക്കണം എന്നുള്ളതാണ്. കാരണം കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത് കിഡ്നിയുടെ ഇതെന്താ, വേസ്റ്റ് മാനേജ്മെന്റാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളുടെ ഇപ്പൊ വീട്ടിലെ വേസ്റ്റ്, കൊച്ചിൻ കോർപ്പറേഷനിലൊക്കെ, സിറ്റീസിൽ താമസിക്കുന്നവർക്കറിയാം, ഒരാഴ്ചത്തെ വേസ്റ്റ് റിമൂവൽ കൊണ്ടുപോകും, മാറാതെ വന്നു കഴിയുമ്പോഴേക്കും ആകെ സ്റ്റിങ്കിങ് ആവാൻ, വീട് തന്നെ സ്മെല്ലിങ് ആകുന്ന ഒരു കണ്ടീഷനിൽ വരും, വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പർലി ചെയ്തില്ലെങ്കിൽ. ഇതേ സ്റ്റേജ് തന്നെയാണ് കിഡ്നി. നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റിലാണ് പ്രശ്നം വരുന്നത്. നമ്മളുടെ മേത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുകയാണ്. അപ്പൊ അത് എല്ലാ സിസ്റ്റത്തിനെയും അഫക്റ്റ് ചെയ്യും, ബ്രെയിനിനെ. അപ്പൊ അതാണ് തിങ്കിങ്ങിൽ ക്ഷീണം വരും. അതുപോലെ നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി പോകും. കിഡ്നി ഫങ്ഷൻ പോയി ഒരു എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ വരുമ്പോൾ അവരൊരു ഇങ്ങനെ എന്താ, നമുക്ക് മാനസിക നില തെറ്റുന്നത് പോലെയുള്ള, കാരണം ഈ യൂറിയ ഒക്കെ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിങ്കിങ്ങും എല്ലാം തെറ്റിപ്പോവും. അത് ഒരു സൈഡിൽ വരുന്നു. പിന്നെ ഈ നേരത്തെ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ക്ഷീണമൊക്കെ വരുന്നത് കാരണം മിക്കവാറും ടയർഡ്നെസ് റീനൽ ഫെയിലിയർ കൊണ്ടല്ല, പക്ഷെ റീനൽ ഫെയിലിയർ ഉണ്ടാക്കുന്ന ഘടകം നമുക്ക് മാനസിക പ്രശ്നങ്ങളും അല്ലാതെ തന്നെ ഉണ്ടാക്കും, ക്ഷീണവും. ഇപ്പൊ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും, IgA നെഫ്രോപ്പതി എന്നൊക്കെ പറയുന്നത്, അതൊക്കെ നമുക്ക് ക്ഷീണമായിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അല്ലെ വേദനകൾ, ജോയിന്റ് പെയിൻ ആയിട്ടായിരിക്കും. പലർക്കും ഓട്ടോ ഇമ്മ്യൂൺ നെഫ്രോപ്പതി ഒക്കെ ഉള്ളവർക്ക് ഈ SLE എന്നൊക്കെ പറയുന്ന, അവർക്ക് മുഖത്ത് ചിലപ്പോൾ ഒരുതരം, നമ്മുടെ ഇന്ത്യൻസിന് അത്ര നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയും, നല്ല വെളുത്തിരിക്കുന്നവർക്കാണെങ്കിൽ ഒരു റാഷസ് ആയിരിക്കും. നമ്മൾ കണ്ടാൽ കരുതുന്നത് നല്ല ചുമന്ന് തൊടുത്തിരിക്കുന്ന ആളെന്ന് നമ്മൾ ഭംഗിയായിട്ട് കാണും. പക്ഷെ അതൊരു ബട്ടർഫ്ലൈ റാഷസ് എന്ന് പറയും. അത് ഈ ചീക്കില്, അത് നല്ല വെളുത്ത ആൾക്കാരിലാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയെന്നിരിക്കും. അങ്ങനെ
ഉള്ള അത് ഓട്ടോഇമ്യൂൺ നെഫ്രോപ്പതിയും കിഡ്നിക്ക് പ്രോബ്ലം വരുത്തുന്നതാണ്. അപ്പൊ അതൊക്കെ ഉണ്ടോന്ന് നേരത്തെ നമുക്കിതൊക്കെ വളരെ മുമ്പ് തന്നെ നമുക്ക് നോക്കാനും കണ്ടുപിടിക്കാനും പറ്റും. കണ്ടുപിടിച്ചാലും പക്ഷെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. ഈവൻ നമ്മളുടെ ഡോക്ടേഴ്സ് പോലും അതിനത് ട്രീറ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും രോഗിയോട് പറയത്തു പോലുമില്ല. അപ്പം ആരും അറിയില്ല. പലപ്പോഴും കാണാം പലരുടെയും റിപ്പോർട്ടിനകത്തൊക്കെ ക്രിയാറ്റിനൊക്കെ കൂടിയിരിക്കുന്നത് 1.52 1.5 2 ഒക്കെ എന്നാൽ പോലും പേഷ്യന്റിന് അവരുടെ കിഡ്നി പോയിട്ടിരിക്കുക എന്നുള്ള കാര്യം അറിയില്ലായിരിക്കും. അത് ചോദിക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അതെന്തായിരുന്നു ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അവർ അൺഅവെയർ ആയിരിക്കും. അപ്പം നമ്മൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷന്, ഒബേസിറ്റി ഇതൊക്കെ ഉള്ളവർ ഇടയ്ക്ക് റീനൽ ഫങ്ഷൻ നോക്കണം. പ്രത്യേകിച്ച് യൂറിക് ആസിഡ്, GFR, യൂറിൻ ആൽബുമിൻ ഉണ്ടോന്ന് ഇതൊക്കെ നോക്കുക. പിന്നെ നമ്മൾ മറ്റ് വീട്ടിൽ ഫാമിലി ഹിസ്റ്ററി ഓഫ് റീനൽ ഫെയിലിയർ ഉണ്ടെങ്കിലും അത് പ്രത്യേകിച്ച് നോക്കുക. അപ്പൊ നമ്മളൊരു GFR ഒക്കെ 60 70 ഒക്കെ നിൽക്കുമ്പോൾ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് താഴോട്ട് പോകാതെ എന്ന് മാത്രമല്ല പലരിലും നമുക്കത് മുകളിലേക്ക് 90ക്ക് മുകളിൽ കൊണ്ടുവരാൻ പറ്റും. ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇപ്പം 50ൽ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു 70 80ൽ കൊണ്ടുവന്ന് നിർത്താൻ പറ്റും. അപ്പൊ നമ്മൾ കെയർഫുൾ ആകുന്നതോടുകൂടി തന്നെ നമ്മളുടെ കിഡ്നിയെ നമുക്ക് സംരക്ഷിക്കാം. അത് പോവുകയില്ല. പക്ഷെ ഇഗ്നോറന്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്നതെല്ലാം കഴിച്ചുകൊണ്ട് ഉള്ള മരുന്നെല്ലാം എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലത്തിൽപ്പെടും. ഇപ്പൊ ഈ പറയുന്നത് നമ്മളുടെ ഭക്ഷണത്തില് ഈ ഉപ്പിന്റെ അംശവും പഞ്ചസാരയുടെ അംശവും ക്രമാതീതമായിട്ട് കൂടുന്നതാണ് ഈ കിഡ്നി ഡിസീസ് കൂടാനും ചെറുപ്രായത്തിൽ വരെ തുടങ്ങാനും കാരണം എന്ന് കേൾക്കുന്നുണ്ട്. അപ്പം ശരിക്കും ഈ ഷുഗറും ഈ ഉപ്പും അതുപോലെ തന്നെ ഈ മീറ്റിന്റെ അല്ലെങ്കിൽ ഈ ആനിമൽ പ്രോട്ടീൻ എന്ന് പറയുന്നതും ഒക്കെ ഇതിനിത്ര ഡേഞ്ചർ ആണെങ്കിൽ ശരിക്കും എന്താണ് ചെയ്യാൻ പറ്റുക? എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ മോഡേൺ ലൈഫ് സ്റ്റൈലില് എന്ത് കാര്യത്തിലും ഉപ്പും പഞ്ചസാരയും ഇല്ലാത്തൊരു ഐറ്റം നമ്മൾ കണ്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നോൺ വെജ് ഫുഡാണ് കൂടുതലും വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യത്തിൽ പ്രാക്ടിക്കലി എന്താ ചെയ്യാ? നോൺ വെജ് ഫുഡ് എടുത്തു എന്നും കരുതി നമുക്ക് കിഡ്നിക്ക് പ്രോബ്ലം വരണമെന്നില്ല. പക്ഷെ അത് എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നു എന്നാണ്. ഇപ്പൊ ഈ പിള്ളേർ കൊച്ചു കുട്ടികൾ, ഈ യങ്സ്റ്റേഴ്സ് ഒക്കെ ഈ ജിമ്മിലൊക്കെ പോകുമ്പോൾ പ്രോട്ടീൻ പൗഡറൊക്കെ മേടിച്ചു കഴിക്കും. അത് ദോഷം വരും. ഒന്ന്, പ്രോട്ടീൻ പൗഡറിൽ പ്രോട്ടീൻ തന്നെ പ്രോബ്ലം ഉണ്ടാക്കും. ഒരു ദിവസം നമുക്ക് നമ്മുടെ ബോഡിക്ക് ചുമ്മാ നമ്മൾ കുറെ പ്രോട്ടീൻ എടുത്ത് കഴിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ബോഡി ബിൽഡിംഗ് ഒന്നും നടക്കുകയില്ല. നമുക്ക് വേണ്ടത് ആവറേജ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ഒന്നിന് 50 ഗ്രാം പ്രോട്ടീൻ്റെ ആവശ്യമുള്ളൂ. 50 ഗ്രാം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോട്ടീനായിട്ട് 50 ഗ്രാം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 100 ഗ്രാം മീറ്റിൽ, അതായത് റോ മീറ്റിൽ അതിനെ കുക്ക് ചെയ്ത് എടുക്കുമ്പോഴേക്കും 25 ഗ്രാം ഓളം പ്രോട്ടീൻ തന്നെ കിട്ടും. അപ്പൊ നമുക്കറിയാം മാക്സിമം 200 ഗ്രാം പ്രോട്ടീൻ്റെ മീറ്റ് ആയിട്ട് കഴിക്കുകയാണ് 200 ഗ്രാമിൻ്റെ ഉള്ളൂ. ഇത് തന്നെ പയറുവർഗ്ഗങ്ങളിലാണെങ്കിൽ ഏതാണ്ട് 20 to 25% വരും. പിന്നെ ധാന്യങ്ങളിൽ നമ്മളെ അരി, ഗോതമ്പൊക്കെ ആണെങ്കിൽ ആവറേജ് അരിക്ക് കുറച്ചുകൂടെ കുറവായിരിക്കും. അരിയിലാണ് ഒരു 8% പ്രോട്ടീനാണ് വരിക. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ മറ്റേ പയറുവർഗ്ഗങ്ങളിലാണ് ഒരു 20, ചിലതിലൊക്കെയാണ് 25. അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് വരുന്നത്. അപ്പം ഏകദേശം നമുക്കിപ്പോൾ ഒരു ധാന്യങ്ങളിലാണ് ഒരു 10% എന്നും എടുക്കാം, പയറുവർഗ്ഗങ്ങളിലാണ് ഒരു 25, നോൺ വെജ് ഐറ്റംസിന് 25% എടുക്കാം. ഇതൊക്കെ ഒരു 200 ഗ്രാം ഒക്കെ വന്നാൽ മാക്സിമം വരേണ്ട കാര്യമുള്ളൂ. കാരണം മീറ്റ് വെച്ച് മാത്രമല്ലല്ലോ. അപ്പോൾ ഒരു 100 ഗ്രാം 150 ഗ്രാം മീറ്റ് കഴിക്കുന്നവർക്കാണെങ്കിൽ തന്നെ അത്രേ ഒരു ദിവസം ആവശ്യമുള്ളൂ. അത് കൂടുതൽ കഴിക്കുന്നത് നമ്മുടെ ബോഡിയിലെ സ്ട്രെയിനാണ്. പിന്നെ കൂടുതൽ കഴിക്കാൻ ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് അതാകാം. അവരെത്ര ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ അത് കൂട്ടാവുള്ളൂ. അതും നമ്മൾ നോക്കണം. കിഡ്നി ഫങ്ഷൻ പ്രോബ്ലം ഉള്ളവർ, അതായത് റീനൽ ഫെയിലിയറിലേക്ക് ഉള്ളവർക്കൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ
പ്രോട്ടീൻ മെറ്റബോളിസം കൂടുന്നതനുസരിച്ച് കിഡ്നിക്ക് കൂടുതൽ സ്ട്രെസ് വരും, അത് പറ്റില്ല. നോർമൽ കിഡ്നി ഫംഗ്ഷൻ ഉള്ളവർക്കാണെങ്കിൽ നമുക്കൊരു 100 ഗ്രാം വരെ പ്രോട്ടീൻ, അതായത് 100 ഗ്രാം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ 400 ഗ്രാം നോൺ വെജ് മീറ്റ് ഐറ്റംസിന്, നോൺ വെജ് ഐറ്റംസിന് അത് വരും. അപ്പം അതും മറ്റുള്ള എല്ലാം കൂടെ കൂട്ടി നമ്മളൊരു 100 ഗ്രാം, അതിൽ കൂടുതൽ ഡെഫിനറ്റ്ലി അത് കിഡ്നിക്ക് ദോഷം ചെയ്യും, അതുപോലെ നമുക്ക് ബോഡിക്ക് ഗുണം ചെയ്യേയില്ല. ഇനി എന്ത് പ്രോട്ടീൻ, ഈ പ്രോട്ടീനകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ദോഷം ഉണ്ടാക്കുന്നതെന്നും കൂടെയാണ് നമ്മൾ അറിയേണ്ടത്. ശരിക്കും പ്രോട്ടീനകത്ത്, അതായത് നമ്മളിപ്പോൾ ഈ പ്രോസസ്ഡ് മീറ്റും ഈവൻ ഫിഷ്, നമ്മളിപ്പം എന്താ ഫോമാൽഡിഹൈഡും അമോണിയൊക്കെ ഇട്ട് ഫിഷാണ് കഴിക്കുന്നതെങ്കിൽ അത് നമുക്ക് ദോഷം ചെയ്യും. അപ്പൊ ആ പ്രോട്ടീൻ ഫിഷ് അല്ല ദോഷം ചെയ്യുന്നത്, അതിനകത്തിട്ടിരിക്കുന്ന കെമിക്കലാണ്. അതുപോലെ നമ്മൾ ഈ ബേക്കറി ഐറ്റംസ് ഇപ്പൊ കഴിക്കുന്നു, എഗ്, എല്ലാ ബേക്കറി ഐറ്റംസിൽ വരുന്ന എന്ത് കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അത് ബേക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന അതിനകത്ത് ഓയിൽ തന്നെ ഹാംഫുൾ ഓയിലാണ്. കാരണം അത് സാച്ചുറേറ്റഡ് ഹൈഡ്രജനേറ്റഡ് ഫാറ്റാണ് വരുന്നത്. അപ്പൊ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് തന്നെ നമുക്ക് ബോഡിക്ക് ദോഷം ചെയ്യും. കാരണം ബിക്കോസ് ഹൈഡ്രജനേഷനും അതിനകത്ത് ട്രാൻസ് ഫാറ്റും ഒന്നും നമ്മുടെ ബോഡിക്ക് ഫെമിലിയർ അല്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ അതിനകത്തേക്ക് കളറും പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യുന്നുണ്ടാവും. പ്രിസർവേറ്റീവ്സ് ഇപ്പൊ നമുക്കറിയാം, ഒരു ബ്രെഡ് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ഉണ്ടാക്കുന്നത് മൈദ വെച്ചാ. മൈദക്കകത്ത് തന്നെ കുറെ കെമിക്കൽ ആഡ് ചെയ്തിട്ടാണ് ബ്രെഡ് ഫ്ലോർ എന്നും പറഞ്ഞ് കിട്ടുന്നതിനകത്ത് തന്നെ കുറെ കെമിക്കൽ ആഡ് ചെയ്ത് മൈദ പ്ലസ് കുറെ കെമിക്കൽ മെറ്റീരിയലാണ് ബ്രെഡ് ഫ്ലോർ. നമുക്ക് ഞാൻ പലരും പറയും, ഞാൻ വീട്ടിൽ തന്നെ ബേക്ക് ചെയ്യുന്നതാണെന്ന്. പക്ഷെ വീട്ടിൽ ബേക്ക് ചെയ്താൽ പോലും നമ്മൾ ഈ സാധനം ഇടാതെ ഇങ്ങനത്തെ ഈ ബേക്കിംഗ് ഫ്ലോർ മേടിക്കണമല്ലോ, അതിൽ മൈദ തന്നെ ദോഷമാണ്. മൈദ ഉണ്ടാക്കാൻ തന്നെ അതിനകത്ത് ഈ അതിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബ്ലീച്ച് പോലെയുള്ള ഒരു സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഡയബറ്റോജനിക് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്, സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ പാൻക്രിയാസിനെ നശിപ്പിക്കുന്നുള്ളത് അതാണ് മൈദ. മൈദക്കകത്തോട്ട് വേറെ കുറെ കെമിക്കലും കൂടി ഇട്ട് അതിനെ ബ്രെഡ് ഫ്ലോർ ആക്കുന്നത്. പിന്നെ ഇപ്പം നമുക്ക് ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു ബ്രെഡ് മേടിക്കുകയാണെങ്കിൽ കമ്പനീസിൻ്റെ ഒക്കെയാണ് അതിന് എഴുതിയിട്ടുണ്ട്, ഒരു 6-7 ഐറ്റംസ് എങ്കിലും ഉണ്ടാവും അതിനകത്ത് കളറും പ്രിസർവേറ്റീവ്സും ഒക്കെ ആയിട്ട് വരുന്നത്. പ്ലസ് മിക്കവാറും നാച്ചുറൽ ഫ്ലേവേഴ്സ് എന്നൊക്കെ പറഞ്ഞു വരും. പിന്നെ ചില ബ്രെഡൊക്കെ ഉണ്ടല്ലോ നല്ല ഫ്രൂട്ടി ടൂട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞു, അതിനകത്താണെങ്കിൽ ഈ കപ്പങ്ങയ്ക്കകത്ത് കളർ കയറ്റിയ കപ്പങ്ങ പോലെയുള്ള ഒരു കളേർഡ് സാധനങ്ങൾ. ഇപ്പൊ നമ്മളിപ്പം കേക്കിന്റെ കാലമാണല്ലോ, ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരുമ്പോൾ അതിനകത്തൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ടിരുന്നതിന് ഇപ്പൊ ഈ കളറ് കയറ്റിയ ചില വെജിറ്റബിൾ ഇത് അതിനകത്ത് കളറും സ്വീറ്റും കയറ്റിയ സാധനങ്ങളാണ്. അപ്പൊ നല്ല മൾട്ടി കളേർഡ് ആയിരിക്കും, നല്ല പച്ച, മഞ്ഞ, നീല, ചുമപ്പ് ഒക്കെ കളറുള്ള പീസസും അതിനകത്ത് കാണും. ഇതെല്ലാം നമുക്ക് കിഡ്നിക്കും ലിവറിനും എല്ലാം ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ റെയർ സാധനങ്ങളായിരുന്നു കേക്കൊക്കെ. ഇപ്പൊ ഇതൊന്നും വലിയ കോസ്റ്റ്ലി ഒന്നും അല്ല, ഇങ്ങനെ മാസ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് ചീപ്പായിട്ട് കിട്ടും. പക്ഷെ അതിൽ തന്നെ ഹെവിലി ഇപ്പം പണ്ടൊക്കെ നമുക്കറിയാം കേക്കൊക്കെ കൂടി വന്ന ഒരാഴ്ച ഒക്കെയാണ് ഇരിക്കുക. ഇപ്പൊ 1 മാസം 2 മാസം 3 മാസമാണ് കേക്കിന്റെ. അപ്പൊ ഇപ്പൊ കേക്കിന്റെ ഒക്കെ ഇപ്പം കൂടുതൽ ഇരിക്കുന്ന കേക്കിൽ കൂടുതൽ കെമിക്കൽ ഉണ്ടാകും. കേടായ ഒരു സാധനം ഒരു കമ്പനിക്കാർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അവർ നാച്ചുറലി മോർ കെമിക്കൽ ആഡ് ചെയ്യും. നമ്മൾ ഈ കെമിക്കൽ എല്ലാം നമ്മുടെ കിഡ്നിക്കും ലിവറിനും ദോഷം ഉണ്ടാക്കും. കിഡ്നിക്ക് മാത്രമല്ല ലിവറിനും ഡാമേജ് ആയിരിക്കും. അതും കൂടെ മനസ്സിലാക്കി ഇത്തരം സാധനങ്ങൾ മേടിച്ച് കഴിക്കാവുള്ളൂ. എല്ലാ ബേക്ക്ഡ് ഐറ്റംസും തന്നെ, ബേക്കറിയിൽ നിന്ന് വരുന്ന സാധനത്തിൽ എല്ലാം തന്നെ ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒന്നൊന്നല്ല, ഈവൻ പേസ്ട്രി, ഇതിലെല്ലാം ഇങ്ങനത്തെ കെമിക്കൽ. ഇത് ആരെയും കുറ്റമല്ല, പക്ഷെ കുറ്റം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കത് കേടാകാതെ നോക്കേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്നത് എന്താണെന്ന് നോക്കി കഴിക്കേണ്ടത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇൻഗ്രീഡിയൻ്റ് അറിയാൻ മേലാത്ത സാധനം കഴിക്കാതിരിക്കുക. അപ്പൊ നമ്മൾ ഒരു ഭക്ഷണം ഉള്ളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഭക്ഷണം വെച്ചാ. നമ്മൾ കഴിക്കുന്ന സാധനമാണ് നമ്മളുടെ ബോഡിയായിട്ട് മാറുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് മിനിറ്റ് അവിടെ ടേബിളിലിരിക്കുന്ന
വെള്ളം എടുത്തുകൊണ്ട് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് മിനിറ്റ് അത് നമ്മുടെ ബോഡിയുടെ പാർട്ടായിട്ട് മാറുക. ഒരു സ്വീറ്റ് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മിനിറ്റ് അത് നമ്മുടെ ബ്ലഡിലേക്ക് എത്തി നമ്മുടെ ബോഡിയുടെ പാർട്ടായിട്ട് മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിന് നമ്മൾ അതിന്റെ ടേസ്റ്റും ഇതുമൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ വായുടെ ചുറ്റും എല്ലാ സെൻസറി ഓർഗനെയും അവിടെ വെച്ചിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ളത് നോക്കി കഴിക്കാനല്ല, അല്ലാതെ ടേസ്റ്റ് ആണോ എന്ന് നോക്കി കഴിക്കാനല്ല, അതിന്റെ സേഫ്റ്റി നോക്കി കഴിക്കാനാണ് നമുക്ക് ഈ സെൻസസ്, സ്മെല്ല്, ഐസ്റ്റ്, കളറ്, ടേസ്റ്റ്, അതിന്റെ ഈവൻ നമ്മളുടെ അതിന്റെ ടെക്സ്ചർ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നേച്ചറിൽ ആ കഴിവ് തന്നിരിക്കുന്നത് ഫസ്റ്റ് അതിന്റെ സേഫ്റ്റി അറിയാൻ വേണ്ടിയാണ്. പക്ഷെ ഇപ്പം നമ്മൾ ഈ കളറും പ്രിസർവേറ്റീവ്സും എല്ലാം ചേർത്ത് ഡിസീവ്ഡ്, അതായത് ഒരു നമ്മുടെ സെൻസസിനെ പറ്റിക്കുന്ന രീതിയിലാണ് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ നമ്മളത് കൂടി വരുന്നു. അത് പിള്ളേർക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മേടിച്ചു കൊടുക്കുന്നത്. ഈ മൾട്ടി കളേർഡ് സാധനങ്ങളും ഈവൻ ഒരു ഡ്രിങ്ക് കൊടുക്കുന്നത് തന്നെ പച്ച, നീലയും ഒക്കെ കളറിലൊക്കെയാണ് കൊടുക്കുന്നത്, അവരെ അട്രാക്ട് ചെയ്യാനും ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇതെല്ലാം അവർക്ക് നമ്മളുടെ നമുക്ക് സെൻസേഷനെ തന്നെ നമുക്ക് സേഫ്റ്റി ആയിട്ട് നമുക്ക് ആ തിരിച്ചറിയാനുള്ള കഴിവ് തന്നെ ഇല്ലെന്നാക്കി നാച്ചുറലി ഇതെല്ലാം കഴിക്കുന്ന കുട്ടികൾക്ക് നാച്ചുറലി കിഡ്നി ഫെയിലിയറും മറ്റുള്ള അസുഖങ്ങൾ വരാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഈ കിഡ്നി സ്റ്റോണും ക്രിയാറ്റിൻ കൂടുതലാവുന്നതും അത് ഈ ഇങ്ങനെ ചുമയും ശ്വാസം മുട്ടലും ഒക്കെ ആയിട്ട് ഉള്ള പ്രോബ്ലംസ് വരുന്നത് ഈ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖം കാരണമാണോ? ഈ കിഡ്നിക്ക് സ്റ്റോൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കിഡ്നി ആണല്ലോ ദോഷം വരുന്നത്. അപ്പം ഒരു രോഗം ഉള്ളത് കൊണ്ടാണല്ലോ. സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ യൂറിൻ അതിനകത്ത് കിഡ്നിക്കകത്ത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് അതൊരു സ്റ്റോൺ ആയി മാറുന്നു. അപ്പൊ ആ ഭാഗം ശരിക്കും അങ്ങ് ബ്ലോക്കായി അത്രയും നെഫ്രോൺസ്, ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ യൂണിറ്റ് അരിപ്പകളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചരിപ്പകളെ പറയുന്നതാണ് നെഫ്രോൺസ് എന്ന് പറയും. അപ്പം ഓരോ കിഡ്നിയിലും ഓൾമോസ്റ്റ് 1 മില്യൺ നെഫ്രോൺസ് ആണുള്ളത്. അത് കുറഞ്ഞു വന്ന് 1 മില്യൺ വന്ന് ഒത്തിരി മില്യണുകൾ തീരെ കുറഞ്ഞു പോയി കഴിയുമ്പോൾ വല്ല 50 മില്യൺ പോലും ഇല്ലാതെ വരുമ്പോഴേക്ക് നമ്മൾ എന്തെങ്കിലും തുടക്കമേലും അറിയുള്ളൂ. തീരെ കുറഞ്ഞ് 10 മില്യണോ മേ ബി അതിനൊന്നും കണക്ക് ഇതുവരെ നമുക്കറിയില്ല എത്ര മില്യൺ നെഫ്രോൺസ് ഉണ്ടെങ്കിലാണ് 4ലേക്ക് റീനൽ ഫെയിലിയർ 4th സ്റ്റേജ് 5th സ്റ്റേജിലേക്ക് പോകുന്നതെന്നൊന്നും നമുക്ക് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല. ബട്ട് ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ഇത് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ചിലരിൽ ഉണ്ടാകുമ്പോൾ തന്നെ നെഫ്രോൺസ് കുറവായിരിക്കും. നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് നെഫ്രോൺസ് കുറവായിരിക്കും ഉണ്ടാകുന്ന ഒരു കുഞ്ഞിൽ തന്നെ. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. അമ്മ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ചില മരുന്നുകൾ കഴിക്കുന്നതിന് കിഡ്നിക്ക് ഡാമേജ് വരും. ചിലപ്പം ചിലർക്ക് കാണാമല്ലോ, നമ്മൾ സ്കാനിങ്ങിലൊക്കെ കിഡ്നിക്ക് സിസ്റ്റും പ്രശ്നങ്ങളും ഉള്ള ഇപ്പം ഒരു റീസെൻ്റ്ലി ഒരു കേസ് തന്നെ വന്നു. 30 ആഴ്ചയായ ഒരു കുഞ്ഞിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പേപ്പറിൽ കണ്ടിരുന്നു. 30 ആഴ്ചയായ കുഞ്ഞിനെ അബോർഷൻ വേണമെന്നും പറഞ്ഞ് കോടതി പോയിരിക്കുന്നു. അപ്പോൾ കോടതി അത് മെഡിക്കൽ ബോർഡിന് വിട്ട് അതിനാകെ ഉള്ളത് ഇതാണ്, കിഡ്നിയിൽ സിസ്റ്റ് കാണിച്ചിരിക്കുന്നു. 30 ആഴ്ചയായ കുഞ്ഞാന്ന് ഓർക്കണം. അതിന് അബോർട്ട് ചെയ്യണമെന്നുള്ളതാണ് പേരൻസിന്റെ ആവശ്യം. പക്ഷെ കോടതി മെഡിക്കൽ ബോർഡ് കഴിഞ്ഞിട്ട് അതൊരു അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ 24 വീക്കായിട്ട് കൂട്ടി, പണ്ട് 20 വീക്സ് വരെ ആയിരുന്നു മെഡിക്കലി അബോർഷൻ ചെയ്യാമായിരുന്നത്. അപ്പം 30 ആഴ്ചയാകുമ്പോൾ അത് ജീവനുള്ള കൊച്ചാണ്. അതിന് നമുക്ക് പിന്നെ അബോർഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രിമച്വർ ബേബിയാണ്. പ്രിമച്വർ ആയിട്ട് ഉണ്ടാകുന്നേ ഉള്ളൂ. അത് അപ്പൊ നമ്മൾ 28 ആഴ്ചയും 20 ആഴ്ചയും ഉള്ള ഒരു കുഞ്ഞിനെ നമ്മൾ അത് ഡെഡായിട്ടല്ലല്ലോ വരുന്നത്. അപ്പം നമ്മൾ ഈ കോടതിയിലൊക്കെ 30-32 ആഴ്ചയും കഴിഞ്ഞതിന് വേണ്ടിയിട്ട് അബോർഷന് വേണ്ടിയിട്ട് പോയിട്ട് കാര്യമില്ല. ആ കുഞ്ഞുണ്ടായാൽ അത് ആ കൊച്ചിന് കൂടുതൽ ദോഷമാണ്. കാരണം അത് മരിക്കുന്നില്ലല്ലോ. അതിനെ നമുക്ക് അത് കഴിഞ്ഞാൽ അത് കൊല്ലുന്നത് പോലെയാണ്. കാരണം വേറെ അതിന് നാച്ചുറലി അതിന് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് കിഡ്നിയുടെ പ്രോബ്ലം മാത്രമേ ഉള്ളൂ. 30 ആഴ്ചയൊന്നും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു അബോർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആകെ റെയർ കണ്ടീഷൻസ്
ഒട്ടും ജീവിക്കുകയില്ല എന്നുള്ളതിൽ മാത്രമാണ് അതിലൊക്കെ തന്നെ വരുന്നത്. അത് പിന്നെ ഫ്യൂ വീക്സ് കൂടെ കഴിഞ്ഞാലും വരുന്നുണ്ട് ചെയ്യാമല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ വരുന്നത് നമ്മൾ ജന്മനാ തന്നെ ആ വളർച്ചയുടെ സമയത്ത് വരുന്ന അപാകതകൾ കൊണ്ട് വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഉള്ളപ്പം നമ്മൾ ചിലപ്പം വേറെന്തെങ്കിലും ഇങ്ങനത്തെ ഈ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഫുഡിന്റെയോ അല്ലെങ്കിൽ മറ്റസുഖങ്ങളോ വരികയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ IgA നെഫ്രോപ്പതി പോലെയൊക്കെ ഈവൻ ചില കിഡ്നി ഡിസീസ് കുട്ടികളിൽ വരുന്ന നെഫ്രോട്ടിക് സിൻഡ്രോം ഒക്കെ വരും. അത് ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, പ്രത്യേകിച്ച് ടോൺസിലൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ കൊണ്ട് വരും. അപ്പൊ അതൊക്കെ വന്നു കഴിയുമ്പം വീണ്ടും ഓൾറെഡി കുറച്ചും കൂടെ ഉള്ളതാണ് ചിലപ്പോൾ പെട്ടെന്ന് ഫെയിലിയറിലേക്ക് പോയെന്നിരിക്കും. അതാണ് 20-25 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഫെയിലിയറിലേക്ക് വരികയും റീനൽ ട്രാൻസ്പ്ലാന്റിലേക്കൊക്കെ പോകേണ്ടത്. പിന്നെ പലപ്പോഴും കാണുന്ന വേറൊരു പ്രോബ്ലം, കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുന്ന ഒരു 22 വയസ്സേ ഉള്ളൂ. അപ്പൊ ആ കുട്ടിക്ക് 15-ാം വയസ്സിൽ റീനൽ ഫെയിലിയർ കണ്ടതാ, കിഡ്നി ഫങ്ഷൻ തീരെ കുറവാന്ന് കണ്ടതാ. പക്ഷെ അവര് ആദ്യം കുറച്ചൊക്കെ ദിവസങ്ങൾ നോക്കി, പിന്നെ ഒരു കെയറും കൊടുത്തില്ല. കുട്ടി പഠിക്കാനോ പുറത്തേക്ക് എന്തോ പോയി. അതും കഴിഞ്ഞിട്ട് പിന്നെ റീനൽ ഫെയിലിയറിലേക്ക് പോയി 22 വയസ്സായപ്പോഴേക്കും. അപ്പൊ നമ്മൾ കൊച്ചിലെ ഒരു കിഡ്നി ഫെയിലിയർ ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ അത്ര കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് കിഡ്നിക്ക് സേഫ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പല ഫുഡും പലർക്കും പറ്റാത്തതുണ്ടാകും. പ്രത്യേകിച്ചും ഈ ചെറുപ്രായത്തിലെയൊക്കെ കിഡ്നി ഫെയിലിയർ ഒക്കെ വരുന്ന ഓട്ടോഇമ്മ്യൂൺ ഡിസീസിന്റെ ഭാഗമായിരിക്കും. പല കിഡ്നി ഫെയിലിയറും അതുപോലെയാണ്. IgA നെഫ്രോപ്പതി, നെഫ്രോസ്ക്ലെറോസിസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് ഉണ്ട്. അത് നമ്മളുടെ ഫുഡും നേരത്തെ പറഞ്ഞ പോലെ ചുമയും അലർജിയും ഒക്കെ ഉള്ള, ശ്വാസമുട്ടലും ഒക്കെ ഉള്ളവർക്ക് കിഡ്നിക്കും പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രോബ്ലം കൊണ്ടാണ് നമുക്ക് പല അസുഖങ്ങളും വരുന്നത്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വേണ്ട പോലെ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഈ അലർജി ഉള്ളവർക്ക്, ശ്വാസമുട്ടലുള്ളവർക്ക് ഒക്കെ കിഡ്നിക്കും അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ആസ്മക്കാർക്കും കിഡ്നി ഫെയിലിയർ വരണമെന്നില്ല. പക്ഷെ ആസ്മയുള്ളവർക്കും ആർത്രൈറ്റിസ് ഉള്ളവർക്കും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ റീനൽ ഫങ്ഷൻ നോക്കി അവിടെ പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ ലങ്സിന്റെ ചോദിച്ചത് അതനുസരിച്ച് വരുന്ന ശ്വാസം വരുന്ന എൻഡ് ഡിസീസിൽ വരുമ്പോഴും ഈ കാലിലൊക്കെ നീര് വരിക എന്നുള്ളതാണല്ലോ നമ്മൾ കിഡ്നിക്ക് എന്താണ് നമ്മൾ ഫൈനൽ ഏറ്റവും എൻഡ് സ്റ്റേജ് വരുമ്പം. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ശ്വാസകോശത്തിനകത്ത് നീര് കിട്ടും, വെള്ളം കിട്ടും. അത് ചുമയും ശ്വാസമുട്ടലുമായിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അതൊരു വലിയൊരു ഡേഞ്ചറസ് കണ്ടീഷനാണ്, പൾമണറി എഡീമ എന്ന് പറയും. ഇപ്പം നമുക്കൊരു പൾമണറി സർക്കുലേഷൻ ഉണ്ട്, സിസ്റ്റമിക് സർക്കുലേഷൻ ഉണ്ട്. ഈ സിസ്റ്റമിക് സർക്കുലേഷനിൽ ഓവർ വാട്ടർ ലോഗിങ് വരുമ്പോൾ, വെള്ളത്തിന്റെ അളവ് കൂടുമ്പോഴാണ്, ഈ വെള്ളവും കൂടെ നമുക്ക് പുറത്തു കളയാൻ പറ്റാതെ വരുമ്പോഴാണ് ശരിക്കും കിഡ്നി ഫെയിലിയർ പേഷ്യന്റ് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്. ഒന്ന് ക്രിയാറ്റിനും വേസ്റ്റ് എല്ലാം കെട്ടിക്കിടക്കുക, വെള്ളം തന്നെ ഒരു വേസ്റ്റ് ആയിട്ട് കെട്ടിക്കിടക്കാൻ തുടങ്ങും. അപ്പൊ ആ നീര് വരും. അത് ശ്വാസകോശത്തിൽ ആ നീര് വരികയാണെങ്കിൽ പൾമണറി എഡീമ ആയിരിക്കും, ശ്വാസം മുട്ടലായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചില മരുന്നുകളുണ്ട് ഇങ്ങനെ മൂത്രം കളയാനായിട്ട്, വെള്ളം പുറത്തേക്ക്, കിഡ്നിയെ കൊണ്ട് തന്നെ വെള്ളം പുറത്തേക്ക് കളയിപ്പിക്കാനായിട്ടുള്ള ചില മരുന്നുകളുണ്ട്. അത് ആ സമയത്ത് ലൈഫ് സേവിങ് ആണ്. അതും പറ്റാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡയാലിസിസ് ചെയ്യാന്നുള്ളത് മാത്രമായിരിക്കും മാർഗം. ഈ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആൾക്കാർ പറയും ടേക്ക് കെയർ ഓഫ് യുവർ ഹാർട്ട്, വണ്ണം കുറയ്ക്കുക, ഫുഡ് കൺട്രോൾ ചെയ്യുക, കൊളസ്ട്രോള്, ട്രൈഗ്ലിസറൈഡ് അതൊക്കെ കൺട്രോൾ ചെയ്ത് വെക്കണം, BP കൺട്രോൾ ചെയ്യണം എന്നൊക്കെ. പക്ഷെ കിഡ്നീസിന്റെ കാര്യം അങ്ങനെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. അതേസമയം പറയുന്നത് കിഡ്നീസും അതുപോലെ തന്നെ ഈ ബ്ലഡ് സർക്കുലേഷനായിട്ട് ബന്ധപ്പെട്ടാണ്, ഹോർമോൺസ് ആയിട്ട് ബന്ധപ്പെട്ടാണ്, ബ്ലഡ് പ്രഷറായിട്ട് ബന്ധപ്പെട്ടാണ് എന്നുള്ളത് കൊണ്ട് കിഡ്നീസിന്റെ കാര്യത്തിലും ആൾക്കാർ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന്. അത് ഈ കിഡ്നിയും ഹാർട്ടും തമ്മിൽ വളരെ കണക്റ്റഡ് ആണ് എന്നും കൂടെ പറയും. എന്താണ് വാസ്തവം? ഈ ഹാർട്ടിന് ഹാർട്ട് അറ്റാക്ക് വരുന്ന, ഹാർട്ട് അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാൻ ഓക്കത്തോണം ഭയങ്കര ഹാർട്ട് ഡേ, ഭയങ്കര ഫങ്ഷൻസ് ഒക്കെ നടക്കാറുണ്ട്.
പക്ഷെ ഇതുവരെ നമ്മൾ ഒരു കാര്യത്തിലും കണ്ടിട്ടില്ല കിഡ്നിക്ക് വേണ്ടിയിട്ട് ആരും ഓടുവോ നടക്കുവോ ഒന്നും ചെയ്യുന്നത്. ബേസിക്കലി നമ്മളുടെ ഹാർട്ട് പേഷ്യൻസ് എല്ലാവരും അവരുടെ കിഡ്നി ഫങ്ഷൻ നോക്കണം. കാരണം ഹാർട്ടിന്റെ രക്തക്കുഴലുകൾക്ക് കുഴപ്പം വന്ന് ബ്ലോക്ക് വന്നുകൊണ്ടാണല്ലോ ഹാർട്ടിന് പ്രോബ്ലം വരുന്നത്. ഈ രക്തക്കുഴലുകൾ തന്നെയാണ് കിഡ്നിക്ക് ബ്ലഡ് കൊടുക്കുന്നത്. ഓരോ കിഡ്നിയുടെ നെഫ്രോൺസും ഓരോ ഈ ബ്ലഡ് അരിച്ചു കളയുന്നതിനകത്തും ബ്ലഡ് വെസൽ തന്നെയാണ്. ആ ബ്ലഡ് വെസലിനും രോഗം വന്നിട്ടുണ്ടാകും. അപ്പം ഹാർട്ട് പേഷ്യൻസിന് എന്തുകൊണ്ടാണ് ഹാർട്ട് വരുന്നവർക്ക് ഒന്നെങ്കിൽ അവർക്ക് ഡയബറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് കൊളസ്ട്രോൾ ഉണ്ടാവും. ഏത് ഹാർട്ട് പേഷ്യന്റ് ആണെങ്കിലും ഇപ്പം നമ്മൾ ഹാർട്ടിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്താ നമ്മൾ ചെയ്യുന്നത്? കുറച്ചൊക്കെ ഓട്ടമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ മരുന്നാണ് കഴിക്കുന്നത്. അപ്പം നമ്മളുടെ കിഡ്നിയിലെ രക്തക്കുഴലുകളും ഡാമേജ്ഡ്, കിഡ്നിയുടെ നെഫ്രോൺസും ഡാമേജ്ഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കിഡ്നിയിലേക്ക് നമ്മൾ ഈ മരുന്നുകളെല്ലാം കൂടെ ഇടുക ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് കിഡ്നിക്ക് ദോഷമാണ് ചെയ്യുന്നത്. അപ്പം ശരിക്കും നമ്മൾ ഇതിനൊക്കെ എന്താ ചെയ്യണ്ടേ? നടക്കുന്നത് നല്ലതാണ്. ഹാർട്ട് ഡേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കുകയും എക്സസൈസ് ചെയ്യുന്നതൊക്കെ ആ ഹാർട്ട് ഡേയിൽ മാത്രം നടത്തിയിട്ട് പോരാ. നമ്മൾ എക്സസൈസ് ചെയ്ത് ഹാർട്ടിന്റെ രക്തക്കുഴലുകളിൽ അടഞ്ഞ എന്തുകൊണ്ടാ? അവിടെ കൊഴുപ്പടിഞ്ഞിരിക്കും. കൊഴുപ്പടിഞ്ഞിട്ടാണ് അവിടെ ഹാർട്ടിന് ബ്ലോക്ക് വരുന്നത്. കൊഴുപ്പടിയാൻ കാരണം എന്താ? നമ്മുടെ ബ്ലഡിനകത്ത് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൊഴുപ്പ് കൂടി നിൽക്കുന്നതുകൊണ്ടാണ്. അതുപോലെ ഗ്ലൂക്കോസ് വന്ന് ഡയബറ്റിക് പേഷ്യന്റ് ആണ്, ഗ്ലൂക്കോസ് കാരണം രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുന്നതുകൊണ്ടാണ് വന്നത്. ഹാർട്ട് പേഷ്യൻസിന് ഈ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വന്നത് കൊണ്ട് തന്നെയാണ് കിഡ്നിക്ക്, ഡയബറ്റിക് പേഷ്യന്റിന് കിഡ്നിക്ക് ഡാമേജ് വരുന്നത്, കണ്ണിന് ഡാമേജ് വരുന്നത്, ന്യൂറോപ്പതി വരുന്നത്. നെർവ്സിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുന്നതുകൊണ്ടാണ് കാലയിലും പരിപ്പും തരിപ്പും ഒക്കെ വരുന്നത്. ഈവൻ ഓർമ്മക്കുറവും അൾഷിമേഴ്സ് വരുന്നത് തന്നെ ബ്രെയിനിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് ഡാമേജ് വന്നുകൊണ്ടാണ്. ബ്രെയിനിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുന്നത് കൊണ്ടാണ് ബ്രെയിൻ അറ്റാക്ക് വരുന്നത്, നമ്മൾ പക്ഷാഘാതം എന്നൊക്കെ പറയുന്നത്. ഹാർട്ടിലേക്കുള്ള രക്തക്കുഴലുകൾക്കൊന്ന് ഹാർട്ട് അറ്റാക്ക് വരും. അത്രയും ഡിഫറൻസേ ഉള്ളൂ. അപ്പം ബേസിക്കലി ഇതെല്ലാം നമ്മളുടെ ജീവിതശൈലിയിൽ നിന്ന് വന്നിരിക്കുന്ന തകരാറുകൾ കൊണ്ട് ഹാർട്ടിന് വന്നിട്ടുന്നതിനെ മാത്രമേ നമ്മൾ ഹാർട്ടിന് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കിഡ്നിക്ക് പ്രഷർ കൂടി നിൽക്കുന്ന ആൾക്ക് ആണ് കിഡ്നിയുടെ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ഇതുള്ള ആൾക്കാണ് ഈ രോഗങ്ങൾ കിഡ്നി ആണേലും ഹാർട്ടിനെ ആണേലും ഒക്കെ എഫക്ട് ചെയ്യുന്നത് ഒരേ ആൾക്ക് തന്നെയാണ്. അപ്പൊ ഹാർട്ടിന് അസുഖം ഉണ്ടോ? ഞാൻ പേഷ്യൻസ് കണ്ടിട്ടുണ്ട് പറയുന്നത്, അപ്പം അവരുടെ ഹാർട്ടിന് പ്രോബ്ലം ആണെന്ന് പറഞ്ഞു. അപ്പം ആൻജിയോഗ്രാം ചെയ്തു. അവർക്ക് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് തിരിച്ചറിയുന്നത് എപ്പോഴാ? ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. ആൻജിയോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് 2.5 അതുണ്ടായിരുന്നു ക്രിയാറ്റിന്. ഇത് ഒരാളുടെ കാര്യമല്ല, മൾട്ടിപ്പിൾ പേഷ്യൻസിന്റെ കാണുന്നതാണ്. ആൻജിയോഗ്രാമിന് മുമ്പ് 2 അല്ലെ 1.7 ഒക്കെ ആയിരുന്നു. ആൻജിയോഗ്രാം കഴിഞ്ഞപ്പോഴേക്കും അത് 5 വന്നു. അപ്പം ആൻജിയോഗ്രാം ഇനിയിപ്പം ബൈപ്പാസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആൻജിയോഗ്രാം ചെയ്ത് അന്നേരം ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് അത് ചെയ്യാവുന്ന പോലെ ആയിരുന്നില്ല. ബൈപ്പാസ് ചെയ്യണം. അതിനു മുമ്പ് ഡയാലിസിസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ബൈപ്പാസ് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഡോക്ടർ പറഞ്ഞത് തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പേഷ്യന്റ് മനസ്സിലായിരിക്കുന്നത് അതുപോലെയാണ്. അപ്പം അതുപോലെ ഡയാലിസിസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ച് കിഡ്നി ഫെയിലിയർ ആയ ഒരാളെ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ഒരു മേജർ സർജറിയാണ്. ആൾക്കത് താങ്ങാൻ പറ്റുമോ? പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊരു ലൈഫാ? 60, 65, 70 വയസ്സുള്ള ആൾക്ക് ഓൾറെഡി കിഡ്നി ഫെയിലിയറിലിരിക്കുക, അയാളെ ബൈപ്പാസ് ചെയ്യാൻ പറ്റും? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കിഡ്നി ഫെയിലിയറുമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. അപ്പം ഹാർട്ടിന് ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി കിഡ്നി ഫെയിൽ ചെയ്തിരിക്കുന്ന ഒരാൾ ഒരു കാരണവശാലും ചെയ്യരുത്. ഈവൻ GFR 60, 70 ഉണ്ടെങ്കിൽ പോലും ചെയ്യരുത്. കാരണം ആൻജിയോഗ്രാമിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ആൻജിയോഗ്രാമോ ബൈപ്പാസോ ഇല്ലാതെ ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സസ് കൊഴുപ്പ് നമ്മളുടെ ബോഡിയിൽ നിന്ന് കളയാനും നമ്മളുടെ അടിഞ്ഞിരിക്കുന്ന ഇതും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം ചെയ്താൽ എന്താ? നമ്മൾ ഈ ഡൈ ഇഞ്ചെക്ട് ചെയ്ത് നമ്മൾ എവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടെന്നറിയാം.
ബ്ലോക്ക് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെറ്റൽ പീസ് അവിടെ നമ്മൾ കയ്യിൽ കൂടെ കയറി അവിടെ ഹാർട്ടിൽ ചെന്ന് ആ ഇതിനകത്തിട്ടൊന്ന് വികസിപ്പിക്കുന്നതേ ഉള്ളൂ. ഒരു പ്ലംബിംഗ് ജോബ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ ഹാർട്ട് ബ്ലഡ് വെസൽസ് എല്ലാം കറക്റ്റ് ആവുകയില്ല. ഈവൻ ബൈപ്പാസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ കാലേന്നുള്ള രക്തക്കുഴലെടുത്ത് നമ്മുടെ അയോട്ടയായിട്ട് കണക്ട് ചെയ്ത് ആ ബ്ലോക്കിന് ഇപ്പുറത്തേക്ക് വെക്കുക. പക്ഷെ അതിന്റെ ഇപ്പുറത്തെ രക്തക്കുഴലിനും ഡാമേജ് ആയിരിക്കും. അത് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. ഈവൻ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കുന്നില്ലല്ലോ ഈ ബൈപ്പാസ് കൊണ്ട് എന്ത് ഗുണം വന്നിട്ടുണ്ടെന്ന്. പല പേഷ്യൻസും പറയാറുണ്ട് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് എൻ്റെ അസ്വസ്ഥത മാറുന്നില്ല, ബൈപ്പാസ് കഴിഞ്ഞിട്ടും നമുക്ക് സാധാരണ ആക്ടിവിറ്റീസിലേക്ക് പോകാൻ പറ്റുന്നില്ല. പലരും ഈ ബൈപ്പാസോട് കൂടിയായിരിക്കും തീരെ ഡൗൺ ആയി പോകുന്നത്. അങ്ങനെയും വരാം. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഇതൊന്നും ഇല്ലാതെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിതിൻ വീക്ക് നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഹാർട്ട് പേഷ്യൻസ് ശരിക്കും ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കുന്ന ആള്, ട്രൊപ്പോണിനൊക്കെ കൂടി നിൽക്കുന്ന ആള് ഇതിന് 1 or 2 വീക്സ് കൊണ്ട് തന്നെ അവരുടെ ട്രൊപ്പോണിൻ ലെവലും നോർമലായി. അവർക്ക് ഫിസിക്കലി അവരുടെ നമ്മളുടെ സിംറ്റമാറ്റിക് റിലീഫ് തന്നെ കാണാൻ പറ്റും. ഒരു സൈഡിൽ നമ്മളുടെ ഇതിന്റെ ബ്ലഡ് പാരാമീറ്റേഴ്സും നോക്കാം. BP ബേസിക്കലി ഞാൻ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരാളെ മോണിറ്റർ ചെയ്തുകൊണ്ട് അവരുടെ ഫുഡും എക്സസൈസും മോണിറ്റർ ചെയ്തുകൊണ്ട് അവരുടെ വ്യത്യാസം നോക്കുകയാണ് ചെയ്യുന്നത്. ഈ എത്ര ടൈപ്പ് 2 ഡയബറ്റീസ് നമ്മളിപ്പോ ഈ കാണുന്ന പേഷ്യൻസ് എല്ലാം ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻ്റാ. ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ ഡയാലിസിസിലേക്ക് പോകുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യന്റിനാണ്. ഒരു ഡയാലിസിസ് യൂണിറ്റിൽ ഒരു 80% ഓഫ് ദ പേഷ്യൻസും ഡയബറ്റിക് പേഷ്യൻസ് ആയിരിക്കും. 100% ക്യൂർ ചെയ്യാവുന്ന കാര്യമാണ്. ക്യൂർ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ചെയ്യാവുന്ന കാര്യമാണ്. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ 100% ടൈപ്പ് 2 ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ട്, അത് വർക്ക് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഡയറ്റ് കറക്റ്റായിട്ട് നോക്കുകയും എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്താൽ 100% റിവേഴ്സ് ചെയ്യാവുന്ന കാര്യമാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. അതുപോലെ തന്നെ പ്രഷറും. അപ്പൊ ആകെ നമ്മൾ ഈ റീനൽ ഫെയിലിയറിലോ അതിന്റെ 4th ഫേസ് ഇരിക്കുന്ന ഇവൻ ഡയാലിസിസ് തുടങ്ങിയ പേഷ്യൻസിന് പോലും ഓൾറെഡി ഒരു പ്രാവശ്യമൊക്കെ ഡയാലിസിസ് ചെയ്തു. നമ്മൾ 3 പ്രാവശ്യമൊന്നും ഡയാലിസിസ്, ആഴ്ച 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിനൊന്നും ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ പ്രാവശ്യം ഡയാലിസിന് മുമ്പത്തെ ദിവസം ഡയാലിസിസ് കഴിഞ്ഞ ദിവസം ഒരു വീക്കായിരിക്കും. അപ്പൊ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചില പേഷ്യൻസ് ഒക്കെ ഉണ്ട് ആഴ്ച 1 പ്രാവശ്യമൊക്കെ ഡയാലിസിസ് ചെയ്യുന്നത്. അവരുടെയും നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യാറുണ്ട്. എല്ലാ മരുന്നിൽ നിന്നും അവർക്ക് മാറാൻ പറ്റും. അവരുടെ മാത്രം ഈ BP കൺട്രോള് നമുക്ക് ഇച്ചിരി കൂടെ ഡിഫിക്കൽട്ടാണ്. പക്ഷെ എന്നാലും 4-5 മരുന്നിൽ BPക്ക് കൺട്രോൾ ഇല്ലാത്തവര് ചിലപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. മിക്കവാറും എല്ലാ മരുന്നും കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഏത് അസുഖമാണെങ്കിലും ഈ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് അസുഖങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്നുകളെല്ലാം കുറച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. പ്രൊവൈഡഡ് അതിനൊരു സ്റ്റേജ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം എക്സസൈസ് ചെയ്യാനും ഈ സ്പെസിഫിക്കലി തരുന്ന ഫുഡ് കഴിക്കാനും പറ്റണം. ഈ 2 കാര്യമുള്ളവർ ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ ഫാസ്റ്റ് റിസൾട്ട് ആണെന്നുള്ളത്. വിതിൻ എ മന്ത് നമുക്ക് എല്ലാ മരുന്നും തന്നെ കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റും. ടൈപ്പ് 2 ഡയബറ്റിക് മെഡിസിനും ഇൻസുലിനും ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ നിർത്തി. ഇപ്പൊ എല്ലാവരും ചോദിക്കും, അയ്യോ ഡോക്ടറെ ഇത്രയും നാളെടുത്തോണ്ടിരുന്ന ഞാൻ 27 വർഷമായിട്ട് ഇൻസുലിൻ എടുത്തോണ്ടിരിക്കില്ല, മരുന്നും എടുത്തോണ്ടിരിക്കുന്നത്, അങ്ങനെയൊന്നും നിർത്താൻ പറ്റുമോ? നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടാണെങ്കിൽ നമുക്ക് നോക്കുന്നതിന് കുഴപ്പമില്ല. കാരണം നമ്മൾ മെഡിസിൻ നിർത്തുകയാണെങ്കിൽ എക്സസൈസും ചെയ്ത് ബ്ലഡ് ഷുഗർ നോക്കിയിട്ടാണ് തുടങ്ങുന്നത് തന്നെ. 2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഷുഗർ നോക്കുന്നുണ്ട്. ഷുഗർ കുറഞ്ഞ് നമ്മൾ ഈ ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്ന എന്തിനാ? ഷുഗർ കുറയ്ക്കാനല്ലേ. ഷുഗർ കുറവാണെങ്കിൽ പിന്നെ നമ്മൾ മരുന്നെടുക്കേണ്ട കാര്യമില്ലല്ലോ. ഷുഗർ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നോക്കാവുന്ന കാര്യമില്ലേ ഉള്ളൂ. അവനവനെ തന്നെ നോക്കാം. ഒരു ലാബിനും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ BP നമുക്ക് വീട്ടിലിരുന്ന് നോക്കാം. വീട്ടിലിരുന്ന് കറക്റ്റായിട്ട് നോക്കി കുറച്ചുകൊണ്ട് വരികയാണ്. ഡെയിലി എന്ന് പറഞ്ഞാൽ ഡോസ് BPയുടെ മരുന്നിന്റെ ഡോസ് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. അത് എത്ര കറക്റ്റായിട്ട് നോക്കുന്നത്. ഇപ്പം ബേസിക്കലി പേഷ്യന്റിന് അതിനുള്ള ഒരു ഇന്റലിജൻസ് വേണം, അത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. അപ്പൊ അതിനുള്ള ഒരു കോൺഫിഡൻസ്. നമ്മൾ നമ്മുടെ ബോഡിയാണ് വിശ്വസിക്കേണ്ടത്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ, നമ്മളുടെ ബോഡിയെ കറക്റ്റ് ചെയ്യാവുന്ന ഒരു വിശ്വാസം ഉള്ളവർക്ക് ഇതൊക്കെ പോസിബിൾ ആകുന്നതേ ഉള്ളൂ.
പക്ഷെ നമ്മൾ മരുന്നിനെയാണ് വിശ്വാസം എന്നുണ്ടെങ്കിൽ മരുന്നുമായിട്ട് നമുക്ക് പോകാനേ പറ്റുള്ളൂ. ഒരു കാര്യം മരുന്നിൽ ഓവർ വിശ്വസിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലിവറിനും കിഡ്നിക്കുമാണ് ഏറ്റവും കൂടുതൽ ദോഷം വരുന്നത്. ഹാർട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ തന്നെ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കും. BP ഇല്ലെങ്കിൽ തന്നെ BPക്ക് കൂടാതിരിക്കാനൊന്നും മരുന്ന് കഴിക്കുന്ന ആൾക്കാരെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഡയബറ്റീസിന് വേണ്ടി എന്തൊക്കെ മരുന്ന് കഴിച്ചാലും നല്ലൊരു ശതമാനം പേഷ്യൻസിനും ഡയബറ്റീസ് കൺട്രോളും ആയിരിക്കില്ല. അപ്പൊ അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പം മരുന്നുകളും ഈക്വലി നമ്മളെ ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ഓർക്കണം. ഇപ്പൊ ഈ ഹാർട്ടിന്റെ പ്രോബ്ലംസ് പറഞ്ഞപ്പോ സാധാരണ പറഞ്ഞു കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹാർട്ട് സർജറി കഴിഞ്ഞാൽ 3-ൽ ഒരാൾക്ക് കിഡ്നി ഡാമേജ് വരുമെന്നാണ്. അതെന്തുകൊണ്ടാണ് ഈ ഹാർട്ട് സർജറിയും ഈ കിഡ്നി ഡാമേജ് വരാനുള്ള കാരണം? എന്താണെന്ന് വെച്ചാൽ ഈ 3-ൽ ഒരാൾ നേരത്തെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളതിലും സർജറി കഴിയുമ്പോഴത്തേക്കും ഡാമേജ്ഡ് കിഡ്നി ആയിട്ടായിരിക്കും ഇരിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആൻജിയോപ്ലാസ്റ്റി പോലെയുള്ളിടത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഒരു ആൻജിയോഗ്രാം ചെയ്തിട്ടുണ്ടാവും. പിന്നെ ചിലപ്പം 2ാമതും 3ാമതും ഒക്കെയാണ് 2ഉം 3ഉം സിറ്റിംഗ് ഒക്കെ ആയിട്ടാണ് ആൻജിയോഗ്രാം ചെയ്യുന്നത്, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. അങ്ങനെ ഓരോ പ്രാവശ്യവും ഈ ഡൈ ഇഞ്ചെക്ട് ചെയ്യും. ഇതെല്ലാം നമ്മൾ ഈ നെഫ്രോപ്പതിക്ക് കാരണമാകും. അത് എസ്റ്റാബ്ലിഷ്ഡ് കാര്യമാണ്. ഈ ഐഡിൻ നെഫ്രോപ്പതി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന, കാർഡിയോളജിസ്റ്റിനും അറിയാം, നെഫ്രോളജിസ്റ്റിനും അറിയാം. അപ്പം കൂടുതൽ ഹെൽത്തിനെ കുറിച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള പബ്ലിക്കിനും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റിയോ ചെയ്യുമ്പോൾ അത് വരും. പിന്നെ ഓപ്പൺ ഹാർട്ട് സർജറി അല്ലെങ്കിൽ ബൈപ്പാസ് സർജറിയിൽ എന്തുകൊണ്ടാണ് അത്തരം സർജറി കഴിയുമ്പോൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് ചോദിച്ചാലും, നമ്മൾ ഈ ബൈപ്പാസ് ഒക്കെ ചെയ്യുമ്പം ഹാർട്ട് ലങ് മെഷീനിലേക്ക് നമ്മളുടെ ബ്ലഡ് പമ്പിങ്, ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അപ്പം പമ്പിങ്ങിന് നമ്മൾ വേറൊരു മെഷീന്റെ ഹെൽപ്പിലാണ് കൊടുക്കുന്നത്. അപ്പം നമ്മളുടെ ബ്ലഡ് എപ്പോഴും ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ മെഷീനകത്ത് നമ്മളുടെ ബ്ലഡ് ഈ മെഷീനിൽ കൂടി കയറി ഇറങ്ങുന്ന അത് ഫോറിൻ ബോഡി ആയിട്ട് ടച്ച് വരുവാണ്. ദ ഹോൾ തിങ് ഈസ് നമ്മുടെ ബ്ലഡ് വെസൽ അല്ലല്ലോ, നമ്മുടെ ലങ് അല്ലല്ലോ, അതെല്ലാം ഒരു മെറ്റലും ഇതും വെച്ചിട്ടുള്ളതല്ലേ. അപ്പൊ അവിടെ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഹെപ്പാരിൻ അങ്ങനെ കുറെ സാധനങ്ങൾ ഇട്ടിട്ടാണ് ബ്ലഡ് കട്ട പിടിക്കാതെ ആക്കുന്നത്. അപ്പൊ ഹെപ്പറനൈസ്ഡ് ബ്ലഡ് ആണ് വരുന്നത്. അതുകൊണ്ട് കെമിക്കലി ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കാനായിട്ട് ധാരാളം മരുന്ന് അതിനകത്തേക്ക് ബ്ലഡിലേക്ക് ഇടുന്നതുകൊണ്ടാണ് ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ചെയ്താലും മൈക്രോ ക്ലോട്ട്സ് വരാം, ചെറിയ ചെറിയ ക്ലോട്ട്സ് വരാം. അപ്പം ആ ഓപ്പറേഷൻ കഴിഞ്ഞ് അത് 3-4 മണിക്കൂറുകളൊക്കെ നിൽക്കുന്ന ഓപ്പറേഷൻ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് ആ സമയത്തും അതിനുശേഷം ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ മൈക്രോ ഇൻഫാക്റ്റ് നമുക്ക് കിഡ്നി അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ബ്രെയിനിലും അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും. പല പേഷ്യൻസും നമ്മൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ കോഗ്നിറ്റീവ് പവറും മെമ്മറിയും എല്ലാം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അതിനു മുമ്പ് ഒരു ബ്രെയിൻ MRI എടുക്കുകയും ഒരു ഓപ്പറേഷന് ശേഷം ഒരു ബ്രെയിൻ MRI എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ കുറെ കോർട്ടിക്കൽ നെക്രോസിസും, കാരണം ഈ നമ്മുടെ കോർട്ടെക്സ് ആണല്ലോ, അതിന്റെ ബ്രെയിനിന്റെ സെറിബ്രം എന്ന് പറയുന്നതോടോ ആണല്ലോ നമ്മളുടെ ഈ നെർവ്സ്, ഈ ബ്ലഡ് വെസൽസ് ഒക്കെ പോയി അവിടെ ആണല്ലോ ഫൈനലി അങ്ങോട്ട് ലാസ്റ്റ് ഇതാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ അവിടെ എന്തെങ്കിലും ബ്ലോക്കുകളെല്ലാം വരുന്നത് നമ്മുടെ കോർട്ടെക്സിനെ ആയിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് ബുദ്ധി ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും, പക്ഷെ മറ്റുള്ള ചില ഫങ്ഷൻസിലേ പറ്റൂല. അപ്പൊ നമ്മുടെ ബോഡിക്കും ബ്രെയിനിന്റെ സർക്കുലേഷനും എല്ലാം ആ ഒരു ഇപ്പം സർവൈവൽ ഓറിയന്റഡ് ആണ് എല്ലാം കൊടുക്കുന്നത്, ബുദ്ധിയെക്കാളും സർവൈവലിനാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള മൈക്രോ ഇൻഫാക്റ്റ് ബ്രെയിനിലും കിഡ്നിയിലും ഒക്കെ വരുന്നത് കൊണ്ടാണ്. കിഡ്നിയെ സംബന്ധിച്ച് പറയുമ്പോൾ കിഡ്നിയിൽ മൈക്രോ ഇൻഫാക്റ്റ് വന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് കിഡ്നി ഫെയിലിയറിലേക്ക് കിഡ്നി ഫങ്ഷൻ കുറയും. ഫെയിലിയർ വരുന്നപ്പം ബ്രെയിനിലാണ് നമുക്ക് ഏതെങ്കിലും മേജർ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോക്ക് അറിയാൻ പറ്റും. പക്ഷെ ചെറിയ ചെറിയതാകുമ്പോൾ നമ്മളൊന്നും അറിയില്ല, ചെറിയ ഫങ്ഷനുകളായിരിക്കും പോയിരിക്കുന്നത്. അതായത് സൈലന്റ് അറ്റാക്സ് എന്ന് പറയും. കിഡ്നിയെ സംബന്ധിച്ചിടത്തോളം ഈ അറ്റാക്കുകളൊന്നും നമ്മൾ അറിയത്ത് തന്നെയില്ല, കാരണം വേദന ഇല്ലല്ലോ. കിഡ്നിക്ക് നമ്മൾ വേദന അറിയില്ല സാധാരണ നിലയിൽ. കിഡ്നി അങ്ങനെ ഒരു പെയിൻ തോന്നുകയില്ല. അതൊക്കെ വല്ല ഇൻഫെക്ഷൻ ഒക്കെ വന്ന് നീരൊക്കെ കിട്ടിയാൽ മാത്രമേ
കിഡ്നിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ സ്റ്റോൺ വന്നാലും കിഡ്നിക്കകത്ത് സ്റ്റോൺ വന്നാൽ നമ്മൾ അറിയത്തു പോലുമില്ല. പക്ഷെ അതേ സമയത്ത് അത് ഈ യൂറിനറി ട്രാക്ട് അല്ലെങ്കിൽ ഈ യൂറിനറി ട്രാക്റ്റിലേക്ക് ആ കുഴലിലേക്ക് ഇറങ്ങി, അതായത് ഈ മൂത്രനാളിയിലേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ മാത്രമേ സ്റ്റോൺ പോലും വന്നു കഴിഞ്ഞ് വേദന അറിയുള്ളൂ. അപ്പോൾ ഒരു സ്ട്രോക്കോ കിഡ്നിക്ക് വരുന്ന സ്ട്രോക്കോ അല്ലെങ്കിൽ ബ്ലോക്ക് വെച്ചിട്ട് ഒരു ഭാഗം പോകുന്നൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന മൈക്രോ ഇൻഫാക്ട് ഈ ഹാർട്ട് ലങ് മെഷീനും ഹാർട്ടിന്റെ സർജറി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതുകൊണ്ടാണ് ഇത് വരുന്നത്. പിന്നെ മിക്കവാറും എല്ലാ ഓപ്പറേഷൻ സമയത്തും നമുക്ക് ഈ ത്രോംബസ് ഉണ്ടാകാനും ഒക്കെയുള്ള പോസിബിലിറ്റി ഉണ്ടാകും. ഈ പ്രത്യേകിച്ച് ഈ കൂടുതൽ നേരം അത് കഴിഞ്ഞാൽ റെസ്റ്റ് വരുമല്ലോ, ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിനും അതിൻ്റെ ആ കംപ്ലീറ്റ് റെസ്റ്റും എല്ലാം കൂടെ വരുമ്പോൾ ഈ സർക്കുലേഷനിൽ എപ്പോഴും ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകാനും ചാൻസസ് കൂടുതലായിരിക്കും. അത് കിഡ്നിയിൽ പോയി അടിയേണ്ടതെന്ന് വന്നു കഴിഞ്ഞാൽ കിഡ്നിക്ക് ഫെയിലിയർ വരുത്താം. ഈ ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ കിഡ്നി പേഷ്യൻ്റ് ആണെങ്കിൽ ഈ ഡയബറ്റിസ് മരുന്നുകൾ പലതും, പിന്നെ ഇൻസുലിൻ തന്നെ, പിന്നെ അതുപോലെ തന്നെ കൊളസ്ട്രോളിനുള്ള സ്റ്റാറ്റിൻ മരുന്ന്, ഇതെല്ലാം കിഡ്നീനെ ഡാമേജ് ചെയ്യുന്ന ഇതാണെന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ഡയബറ്റീസോ അല്ലെങ്കിൽ മറ്റേ കൊളസ്ട്രോളിന്റെ പ്രശ്നമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ BP ഉള്ളവരോ അവരുടെ ഭക്ഷണം ഈ കിഡ്നിയെ സേവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കിഡ്നിയെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെയാണ് അവർക്ക് ഒരു ഭക്ഷണക്രമം സാധ്യമാവുക? പ്രത്യേകിച്ച് ഈ മരുന്നുകളൊക്കെ ഇങ്ങനെ ഒരു രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട്. നമ്മൾ ഡയറ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ മരുന്നും ഡയറ്റും കൂടെ ഒന്നിച്ച് പോവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ മരുന്നും നമ്മളെടുത്ത് കഴിക്കുകയാണല്ലോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻ്റ് ഇൻസുലിൻ എടുത്തുകൊണ്ട് ഒരാൾക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസുലിന് ഇപ്പം ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? ഡയബറ്റിക് പേഷ്യൻ്റെ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാർബോഹൈഡ്രേറ്റ് കുറച്ചുള്ള ഭക്ഷണമേ കഴിക്കാൻ പറ്റുള്ളൂ. അതായത് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്ന സാധനങ്ങളൊന്നും കഴിക്കരുത്. ഈ ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡയബറ്റീസിന് മെഡിസിൻ കഴിക്കുന്ന ഒരാൾ കഴിച്ചുകൊണ്ട് ഡയറ്റ് നോക്കാൻ തുടങ്ങി ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എടുക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തലകറക്കം വരും, അവർക്ക് ബോധക്ഷയം വരും, ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകും, അത് ഇവൻ ഡെത്തിന് വരെ കാരണമാകും. നമ്മൾ നോർമൽ ബ്ലഡ്, ഏറ്റവും ബെസ്റ്റ് ബ്ലഡ് ലെവൽ എന്ന് പറയുന്നത് ഒരു 70 to 140 ആണ് ബ്ലഡ് ഗ്ലൂക്കോസ് നിൽക്കേണ്ടത്. 140 600 വന്നാൽ പോലും ആൾക്ക് മിക്കവാറും വലിയ കുഴപ്പമില്ലാതെ നടക്കും. പക്ഷെ 70 അത് 50 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് അൺകോൺഷ്യസ് ആയി പോയിരിക്കും. അപ്പം ഇൻസുലിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫാസ്റ്റായിട്ട് നമുക്ക് ബോഡിക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ടൈം പോലും കിട്ടില്ല. ഇൻസുലിനും ഡയബറ്റിക് മെഡിസിനും ഒക്കെ ചിലപ്പം വെരി ഫാസ്റ്റായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒത്തിരി സിവിയർലി ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണ്, അതൊന്നും വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് പല ടൈപ്പ് 2 ഡയബറ്റീസുകാരും ഇൻസുലിനും ഒക്കെ എടുത്തിട്ട് ഒരിക്കലും ഹൈപ്പോഗ്ലൈസീമിയ പോലും വരാതെ നടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർ ഇൻസുലിൻ എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ, അതൊന്നും വർക്ക് ചെയ്യുന്നില്ല. അവരുടെ ഷുഗറും HbA1c ഒക്കെ വെരി ഹൈ ആയിരിക്കും. അത് ഇൻസുലിൻ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. ശരിക്കും ഇൻസുലിൻ വർക്ക് ചെയ്യുന്ന ഒരാളിലാണെങ്കിൽ ഡയബറ്റീസ് ഇൻസുലിനോ ഡയബറ്റിക് മെഡിസിനോ എടുത്തു കഴിഞ്ഞിട്ട് വേണ്ടത്രയും ചോറും ചപ്പാത്തിയും ഒക്കെ എടുത്ത് കഴിച്ചില്ലെങ്കിൽ അവർ ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോയി വരും. അപ്പം അതാണ് അതിൻ്റെ പ്രോബ്ലം വരുന്നത്. അപ്പം അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ എല്ലാവരും മരുന്നിൻ്റെ അസ്വസ്ഥത മാറ്റാൻ, വയറെല്ലാം വയറിലേക്കാണല്ലോ ഇടുന്നത്, അതെല്ലാം മരുന്നിൻ്റെ സൈഡ് എഫക്റ്റിൽ ഒരു മെയിൻ സൈഡ് എഫക്റ്റ് ആണ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ. ഇപ്പം നമ്മൾ നോക്കിയാൽ മതി, മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് നോക്കിയാൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സൈഡ് എഫക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ. നോസിയ, വോമിറ്റിംഗ്, ബ്ലീഡിങ്, ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസ് ഒക്കെ കുറെ ഉണ്ടാവും. അപ്പം ഇതിനെ നമ്മൾ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? ഭക്ഷണം കഴിച്ചാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മൾ ഡയബറ്റിക് മെഡിസിൻ ഫസ്റ്റ് ഡേ തന്നെ നിർത്തും. BP മരുന്ന് നമ്മൾ ഡെയിലി എന്ന് പറഞ്ഞതുപോലെ മോണിറ്റർ ചെയ്തുകൊണ്ട് അടുത്ത ഏർലിയസ്റ്റ് BP കുറഞ്ഞു വരുന്നു, അതനുസരിച്ച് ഡോസും കുറച്ചുകൊണ്ട് വരും. ആക്ച്വലി പക്ക ബ്ലഡ് പ്രഷർ കൺട്രോൾ കിട്ടണമെങ്കിൽ എല്ലാ മരുന്നും കുറയ്ക്കണം.
കാരണം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബോഡി ആ മരുന്നിന്റെ എഫക്റ്റ് തീരുമ്പോഴേക്കോ അല്ലെ ബോഡി ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക ഈ ബി പി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ എത്ര മരുന്ന്, ചിലർ കാണാം 4ഉം 5ഉം മരുന്നുണ്ട്, പക്ഷെ അവർക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. ആ മരുന്ന് കഴിച്ചാലും കഴിച്ചില്ലേലും അവരുടെ ഷുഗർ കൂടിയായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈവൻ കിഡ്നി ഫെയിലിയറിലുള്ള പേഷ്യൻസ് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്നത് അവർ 3ഉം 4ഉം ബി പിക്ക് മരുന്നുണ്ടാകും, പക്ഷെ അവരുടെ ബി പി ഒക്കെ അങ്ങ് 200ഉം 200 110 അങ്ങനെയൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷെ അപ്പൊ പേഷ്യന്റ് തന്നെ നോക്കി അവർക്ക് തന്നെ മനസ്സിലാകുന്നത് മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും ഒരുപോലെയാണെന്ന്. ഫൈനലി ഈ മരുന്നെല്ലാം കുറച്ചുകൊണ്ട് നിർത്തി കഴിയുമ്പോഴേക്കാണ് ഇവർക്കൊരു ബി പി കൺട്രോൾ കിട്ടുന്നതെന്നുള്ളതാണ് നമ്മൾ ഇത് കാണുന്നതാണ്. അല്ലാതെ ജസ്റ്റ് ഞാൻ ഇപ്പം പറഞ്ഞ നമ്മൾ പുസ്തകത്തിലൊന്നും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിവരങ്ങൾ കാണില്ല. നമ്മൾ ഡെയിലി കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മളൊരു കിഡ്നി ബി പി പേഷ്യൻസ് ഒക്കെ നമ്മൾ 4 നേരം ബി പി നോക്കിയാണ് നമ്മൾ കുറയ്ക്കുന്നത്. സെൽഫായിട്ട് തന്നെ നോക്കി വെച്ചാണ്, പേഷ്യന്റിനെ കൊണ്ട് തന്നെ നോക്കിപ്പിച്ച. കാരണം ആർക്കും ഓരോ 4 നേരവും അപ്പൊ കിടത്തിക്കൊണ്ട് ഒന്നും നോക്കിയാൽ പോലും വേറൊരാൾ നമ്മുടെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇമോഷണൽ ഇതുകൊണ്ട് തന്നെ കൂടുകയും കുറയുകയും. അത് സെൽഫ് തന്നെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും ബെസ്റ്റ്. അപ്പൊ അങ്ങനെ നോക്കിക്കൊണ്ട് കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മിക്കവാറും നന്നായിട്ട് നോക്കുന്ന ഒരാളാണ് 3-4 മരുന്നുണ്ടെങ്കിൽ തന്നെ ഒരു 1 or 2 വീക്സ് കൊണ്ട് തന്നെ മരുന്നുകളെല്ലാം കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. ബി പിയുടെ ആണെങ്കിലും പ്രഷറിന്റെ ആണെങ്കിലും ഈവൻ കൊളസ്ട്രോളിന്റെ ആണെങ്കിലും ഇതാണല്ലോ എല്ലാവരും കഴിക്കുന്നത്. പിന്നെ ഹാർട്ടിന് വേണ്ടിയിട്ട് കഴിക്കുന്നത്. ഇപ്പൊ സ്റ്റെന്റ് ഇട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു 1 ഇയർ വരെ ആസ്പിരിൻ ഒക്കെ കഴിക്കണം. അല്ല ഈവൻ ബൈപ്പാസ് ചെയ്തവരാണെങ്കിൽ 2 മാസം കഴിഞ്ഞോണ്ടാണെങ്കിലും ഇതിനെ മന്ത് തന്നെ അവരുടെ ഇത് കുറയ്ക്കാം. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർഡിയക് പാരാമീറ്റേഴ്സ് എല്ലാം HSCRPയും കാർഡിയക് പാരാമീറ്റേഴ്സും നോർമൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആസ്പിരിൻ ഒക്കെ കഴിച്ചു കഴിയുമ്പോഴും വയറിന് അസ്വസ്ഥതയായിരിക്കും, അവർക്ക് ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഭയങ്കര വിശപ്പായിരിക്കും. പിന്നെ ഈ അസിഡിറ്റി കാരണം ആകെ അസ്വസ്ഥതയായിരിക്കും. ഈ അസിഡിറ്റിയുടെ അസ്വസ്ഥതയെല്ലാം വിശപ്പായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പൊ അവരിങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും വരുന്നത്. അപ്പം അതിന് അസിഡിറ്റിയുടെ മരുന്നും കൊടുത്തോണ്ട് നമ്മൾ ഇപ്പം ഇൻ കേസ് നമ്മൾ സ്റ്റെന്റ് ഇട്ടു പോയെങ്കിൽ പിന്നെ ഒരു 1 ഇയർ വരെ ഈ ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കാൻ ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രിൽ പോലെയുള്ള മരുന്ന് കഴിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ കൂടെ അസിഡിറ്റിക്കുള്ള മരുന്നും കൂടെ കഴിച്ചുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് ആ കോഴ്സ് ആ ടൈം പീരീഡ് തീർക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ റിസ്ക് ആണ്. കാരണം ഈ ഇട്ടിരിക്കുന്ന ഒരു മെറ്റൽ പീസാണ്, ഒരു ഫോറിൻ ബോഡിയാണ്, അതേ പോയി ക്ലോട്ട് ഉണ്ടാകാൻ സാധ്യത വരും. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആസ്പിരിനും ക്ലോപ്പിഡോഗ്രിലും ഒക്കെ പോലെയുള്ള ബ്രിലിൻഡ എന്നൊക്കെ അതിൽ ഏതെങ്കിലും യൂഷ്വലി 2 മരുന്നാണ് കൊടുക്കാറുള്ളത്. അത് നമ്മൾ കഴിച്ചേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ അല്ലെങ്കിൽ ഈവൻ റീനൽ ഫെയിലിയറിലേക്ക് പോയ പേഷ്യന്റ് 4ഓ 5ഓ ഒക്കെ വന്നിരിക്കുന്നവരുടെ ആണെങ്കിലും മരുന്നുകൾ കുറച്ചുകൊണ്ട് വന്ന് നമുക്ക് ബി പി കൺട്രോൾ ചെയ്യാൻ ഇതിനെ മന്ത് പറ്റുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ഈ റീനൽ ഫെയിലിയറിലുള്ളവർക്ക് ഇച്ചിരി കൂടി ഡിഫിക്കൽറ്റി വരുന്നത് എന്താന്ന് വെച്ചാൽ അവർക്കൊരു ഫുൾ ഡയറ്റ് കൊടുക്കാൻ പറ്റൂല. റീനൽ ഫെയിലിയർ ഒന്നും ഇല്ലാത്ത നോർമൽ അല്ലാത്തൊരു ബി പി പേഷ്യന്റ് ആണെങ്കിൽ അവരുടെ സോഡിയം പൊട്ടാസ്യം ബാലൻസ് കറക്റ്റ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ബി പി കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഫുഡെല്ലാം കിഡ്നി ഫെയിലിയർ വന്നു കഴിയുമ്പോഴേക്കും പ്രോട്ടീൻ കുറയ്ക്കുന്നത് പോലെ പൊട്ടാസ്യം കുറയ്ക്കണം. അപ്പം ഒരു മനുഷ്യന് വേണ്ട രീതിയിലുള്ള പോഷകങ്ങൾ അടങ്ങിയ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ റിപ്പയർ പോസിബിലിറ്റീസ് കുറച്ചുകൂടെ കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് അതേസമയത്ത് ഹാർട്ട് പേഷ്യന്റ് ഇപ്പം ബൈപ്പാസ് ചെയ്തവരും 4 പ്രാവശ്യം സ്റ്റെന്റ് ഇട്ടവരും ബൈപ്പാസും കൂടെ ചെയ്ത പേഷ്യന്റിനാണെങ്കിലും മാനേജ് ചെയ്യാൻ കിഡ്നി ഒക്കെ ആണെങ്കിൽ ഈസിയാണ്. ഈ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ട് കാണുന്നത്, ഏറ്റവും ഡിഫിക്കൽട്ട് ഉള്ളതും ഈ കിഡ്നി പേഷ്യൻസാണ്. കാരണം അവർക്ക് ഫുഡ് ന്യൂട്രീഷൻ കൊടുക്കാൻ പറ്റില്ല. പിന്നെ അതിൽ പോലെ തന്നെ നമുക്ക് ബേസിക് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് ഒരു പോസിബിലിറ്റി വരണം. കാരണം നമ്മൾ ഈ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുകയും മസിലും ബോൺസും അതിൻ്റെ ആ ഹോർമോൺ നിലയും എല്ലാം കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ആയിട്ട് എക്സസൈസ് ചെയ്യാനും പറ്റണം. അത് ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെങ്കിലും, അത് കിഡ്നി ഫെയിലിയർ വന്നിരിക്കുന്നതിന്റെ കാരണം അല്ലെ കിഡ്നിക്ക് പ്രോബ്ലം വരാൻ തുടക്കമാണെങ്കിൽ ഏറ്റവും നല്ലത് ഓട്ടോഇമ്യൂൺ ഡിസീസ്, IgA നെഫ്രോപ്പതി ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും ഡയബറ്റിസ് ആണെങ്കിലും കൊളസ്ട്രോൾ കൊണ്ട് വന്നതാണെങ്കിലും ഏതുകൊണ്ടാണെങ്കിലും
നമുക്കത് കറക്റ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മളൊരു GFR 60-ന് മുകളിലാണെങ്കിൽ നല്ലത്, അറ്റ്ലീസ്റ്റ് 30-ന് മുകളിൽ. 30-ന് മുകളിൽ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 3-ലാണെങ്കിൽ അത്രയും പിന്നെയും കുഴപ്പമില്ല. 4-ലേക്ക് വന്നാലും കുഴപ്പമില്ല. 5-ലേക്ക് വന്നു കഴിഞ്ഞാൽ മോർ ഡിഫിക്കൽട്ടാണ്. പക്ഷെ എന്നാലും കുറച്ച് അവര് ഇതിലല്ല, ഓൾട്ടർനേറ്റ് ഡയാലിസിസ് വന്നു കഴിഞ്ഞാൽ ഒന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അതിനു മുമ്പ് വൺസ് എ വീക്ക് ഡയാലിസിസിലൊക്കെ ഉള്ളവർക്കും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് മരുന്നിൽ നിന്ന് അവർക്ക് മാറാൻ പറ്റും. മരുന്നിൽ നിന്ന് മാറുമ്പോഴും ഒരു ഫിസിക്കലി അവരുടെ ഫീലിംഗ് ഓഫ് വെൽബീയിങ് മച്ച് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ഒരു 6 7 ഒക്കെ 5 6 ക്രിയാറ്റിനിൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാമെങ്കിൽ, ഡയാലിസിസ് ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാമെങ്കിൽ അതായിരിക്കും പേഷ്യന്റിന് കംഫർട്ടബിൾ. കാരണം എന്താണെന്ന് ഓരോ ഡയാലിസിസ് കഴിയുമ്പോഴേക്കും, ഡയാലിസിസ് ടൈമും ഡയാലിസിസ് കഴിയുമ്പോഴേക്കും, കാരണം ഈ ഇലക്ട്രോലൈറ്റ്സ് എല്ലാം തെറ്റും. അപ്പം അവർക്ക് അസ്വസ്ഥതയായിരിക്കും ശരിക്കും പറഞ്ഞാൽ. ഓരോ പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുമ്പോൾ കംഫർട്ടല്ല വരുന്നത് ചില സ്റ്റേജിൽ. അപ്പം പലർക്കും അൺകംഫർട്ടബിൾ ആയിരിക്കും ഡയാലിസിസ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും 1 or 2. പിന്നെ അതൊന്ന് ഓക്കെ ആയി വരുമ്പോഴേക്കും അടുത്ത ഡയാലിസിസ് ടൈമാവും. അപ്പൊ ഈ ഡയാലിസിസിനും ഈ അൺകംഫർട്ട് സ്റ്റേജിൽ ഇടയിലായിരിക്കും. നമ്മളെപ്പോഴും നോക്കുന്ന കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഫുഡ് മിനിമൈസ് ചെയ്യുക. ഫുഡ് വേസ്റ്റ്, അതായത് ഫുഡിൽ നിന്നാണല്ലോ വേസ്റ്റ് വരുന്നത്. ഫുഡ് മാത്രമല്ല, നമ്മൾ ഈ കെമിക്കൽസ് യൂസേജ്, ഈവൻ ഡൈ, ഹെയർ ഡൈ, കോസ്മെറ്റിക് ഐറ്റംസ്, ഇതെല്ലാം നമ്മൾ കുറയ്ക്കണം. കാരണം ഇതെല്ലാം നമ്മളുടെ കിഡ്നിയുടെ ഫങ്ഷനെ ബാധിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മളുടെ ഉള്ളിലേക്ക് പോകുന്നത് നമ്മുടെ സ്കിന്നിൽ കൂടെ ആണെങ്കിലും എയർ കൂടെ ആണെങ്കിലും ഫുഡിൽ കൂടെ ആണെങ്കിലും ഉള്ളിലേക്ക് ചെല്ലുന്ന കാര്യങ്ങളിലെ വേസ്റ്റ് ഏറ്റവും മിനിമൈസ് ചെയ്യാനും, ഫുഡിന്റെ ഐറ്റംസ് ഏറ്റവും മിനിമം ഫുഡിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനും പഠിക്കുന്നതോടുകൂടി ഒരു ക്രിയാറ്റിൻ ചിലർക്കൊക്കെ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അത് കുറഞ്ഞു വരും. കണ്ടിട്ടുണ്ട് ഒരു 7 8 ഒക്കെ ക്രിയാറ്റിൻ നിന്ന് ഡയബറ്റീസ് ആൻഡ് ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻസ് ഒരു ചിലപ്പോൾ സമയമെടുക്കും, 2 3 4 5 6 മാസം ആയപ്പോഴേക്കും അത് 4-ലേക്കൊക്കെ, ഒരു മരുന്നും ഇല്ലപ്പോഴേക്കും 4 3-ലേക്കൊക്കെ വന്നു. അത് ടൈം എടുക്കുക, അതിനുള്ള ക്ഷമ ഉണ്ടാവണം. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം കാണുന്നത് എന്താന്ന് വെച്ചാൽ, ഒരാൾ ഇച്ചിരി 80 കിലോ ഉള്ള ആള് 20-30 കിലോ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആള് ഇച്ചിരി വെയിറ്റ് കുറയ്ക്കുമ്പോഴേക്കും എല്ലാവരും കൂടെ പ്രശ്നം ഉണ്ടാക്കും. അപ്പം അത് രോഗിയും ഫയർ ചെയ്യും, രോഗിയെ ട്രീറ്റ്മെന്റിന് കൊണ്ടുവന്ന ആളെയും ഫയർ ചെയ്യും. അതൊക്കെയാണ്. അപ്പം കിഡ്നി ഫെയിലിയറിലുള്ള പേഷ്യന്റും ലോ നോർമൽ BMI-ലാണ് നിൽക്കേണ്ടത്. അപ്പൊ അവർക്ക് ഹൈ BMI ആണെങ്കിൽ ഹൈ നോർമൽ പോലും അല്ല വേണ്ടേ, ലോ നോർമൽ നോർമൽ ആവണം, പക്ഷെ ലോ നോർമലി കൊണ്ടുവരണം. അപ്പൊ അതിന് നമ്മുടെ സൊസൈറ്റി തന്നെ നമുക്ക് ഭയങ്കര, അതായത് റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ആയിരിക്കും ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ടും ഹിൻഡ്രൻസ് ആയിട്ടും നിൽക്കുന്നത്. അതിനെയും കൂടെ ഓവർകം ചെയ്യാനായിട്ട് പറ്റണം എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഏറ്റവും വലിയ, അവനോ മാത്രം ചെയ്താൽ പോരെ, നമ്മൾ ഈ നാട്ടുകാരെയും കൂടെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും കൂടെ ചെയ്യാൻ നമുക്ക് പറ്റൂലല്ലോ. അപ്പം പേഷ്യന്റിന് അവരോടും കൂടെ പറഞ്ഞു നിൽക്കാനും കൂടെ ഉള്ള ശക്തി കൊടുക്കണമെന്നുള്ളതാണ്. അപ്പം ഡയറ്റും ലൈഫ് സ്റ്റൈലും കറക്റ്റ് ചെയ്താൽ പോരാ, നാട്ടുകാരെ ഡീൽ ചെയ്യാനും കൂടെ പഠിച്ചാലേ ഇതിൽ സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് വേണ്ട എന്താന്ന് കഴിഞ്ഞാൽ സോഷ്യൽ അവയർനെസ് ഉണ്ടാകുക. നടക്കാൻ, ഹാർട്ടിന് വേണ്ടിയിട്ട് ഭയങ്കര ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒബേസിറ്റിക്ക് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനും കിഡ്നിക്ക് വേണ്ടിയിട്ടും ലിവറിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ശരിക്കും അവയർനെസ് പ്രോഗ്രാംസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പം അത് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ 90% കിഡ്നി പ്രോബ്ലംസ് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇവൻ കൊച്ചു കുട്ടികളുടെ മുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഈവൻ 95% നമുക്ക് ചിലതൊക്കെ പിന്നെ അല്ലാത്ത പല സാഹചര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് ടോക്സിൻസോ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ആന്റിബയോട്ടിക് യൂസിന്റെ പേരിൽ വന്ന് റീനൽ ഫെയിലിയറോ അല്ലെങ്കിൽ അങ്ങനെയും വരാം. അപ്പൊ ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞ ഈ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഡിസീസസ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന 95% ഡിസീസസ്. നമുക്കറിയാം, ഈവൻ ഇൻഫെക്ഷൻസ് പോലും നമ്മൾ കോവിഡിന് വേണ്ടി നമ്മുടെ ലൈഫ് സ്റ്റൈലിനെയാണ് കറക്റ്റ് ചെയ്യുന്നത്, അല്ലെ മോഡിഫൈ ചെയ്യാൻ നോക്കുന്ന അതാണ്. അപ്പം ലൈഫ് സ്റ്റൈൽ മോഡുലേറ്റ് ചെയ്യാൻ പറ്റിയാൽ
നമുക്ക് ഇന്ന് കാണുന്ന ഈ അസുഖങ്ങളിൽ ഈ മരുന്നുകൾ ഒരു 95% ഒഴിവാക്കാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയായി. അടുത്ത ആഴ്ച ഇതേ സമയം വേറൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.